മമ്മീസ് കൗണ്ടർ അറ്റാക്ക് എന്ന ഒരു ചെറിയ സീരീസ് ആണ് നമ്മൾ കാണുന്നത്. സീരീസിന്റെ തുടക്കത്തിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ജിയാങ് ഒരു ന്യൂസ് കാണുന്നതാണ് കാണുന്നത്. ഹീറോ ഒരു വലിയ കമ്പനീൻ്റെ CEO ആണ്. ജിയാങ്ങിന്റെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കെ ഒരു ഫോറിൻ ഇൻവെസ്റ്ററുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള രീതിക്കാണ് ന്യൂസിൽ പറയുന്നത്. തൻ്റെ ഭാര്യയ്ക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഹീറോയെ കാണിച്ച് അവിടെ അപ്പുറത്ത് പ്രസവിക്കാൻ കിടക്കുന്ന ഹീറോയിനെയാണ് കാണുന്നത്. അവള് വേദന കൊണ്ട് പൊളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലേബർ റൂമിന് വെളിയിൽ അവളുടെ അമ്മായിയമ്മ അഥവാ ജിയാങ്ങിന്റെ അമ്മയാണുള്ളത്. ആരെങ്കിലും ഒരാളെ രക്ഷിക്കാൻ പറ്റൂ, അമ്മേനെ രക്ഷിക്കണോ കുട്ടീനെ രക്ഷിക്കണോ എന്ന് ചോദിക്കുമ്പം എപ്പോഴും കാണുന്ന പോലെ അമ്മായിയമ്മ വളരെ ദുഷ്ടയായ ഒരു സ്ത്രീയാണ്. കുട്ടീനെ മതി, അമ്മ മരിക്കുന്നേ ഏറ്റവും നല്ലത് എന്നാണ് പറയുന്നത്. ഡോക്ടർ എന്നെ പറയുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ റൂൾ അനുസരിച്ച് അമ്മേനെയാണ് രക്ഷിക്കേണ്ടത് എന്ന്. അപ്പോൾ ഡോക്ടർ എടുത്ത് ചൂടാവുന്നുണ്ട്. പ്രസവിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹീറോയിൻ മയങ്ങി പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഹീറോയിന്റെ അനിയത്തിനെ ഇന്റർവ്യൂ എടുക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ ചേച്ചി ഇങ്ങനെയാണല്ലോ ചെയ്തേന്ന് ഇന്റർവ്യൂവർ ചോദിക്കുന്നതിന് അയ്യോ അവൾ അങ്ങനെയൊക്കെ ചെയ്തോ, ഷോ മോശമായി പോയി, എന്ത് കഷ്ടമാണല്ലേ എന്നിട്ട് സ്ലിപ്പായി പറയുന്ന കണക്ക് ഹീറോയിൻ ഒരു ഇല്ലിജിറ്റിമേറ്റ് കുട്ടിയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വഴിതെറ്റി ഉണ്ടായതാണെന്ന്. പെണ്ണിന്റെ സംസാരം കേട്ടാലേ അറിയാൻ വിഷമാണെന്ന്. പിന്നെ അവൾ എണീക്കുമ്പോൾ അവളുടെ അടുത്ത് അവളുടെ ഫ്രണ്ടാണുള്ളത്. കുട്ടി എവിടെയെന്ന് ചോദിക്കുമ്പം മരിച്ചുപോയി എന്ന ഫ്രണ്ട്. അത് അവളെ കൊണ്ട് വിശ്വസിക്കാനും പറ്റുന്നില്ല, ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. ഞാൻ ന്യൂസ് കണ്ടു, നീ ചെയ്തു വെച്ച എല്ലാ പരിപാടിയും ഞാൻ അറിഞ്ഞു. ഇനി എൻ്റെ വീട്ടിലേക്കും എൻ്റെ ജീവിതത്തിലേക്കും എൻ്റെ മുന്നിലേക്ക് നീ വന്നു പോരുത് എന്ന് പറഞ്ഞ് കോൾ കെട്ടിയാണ്. പിന്നെയും ഇവളെ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ സ്വിച്ച് ഓഫ് ആണ്. അങ്ങനെ പിന്നെ നമ്മൾ കാണുന്നത് 5 വർഷം കഴിഞ്ഞിട്ടാണ്. ജിയാങ്ങിന്റെ കമ്പനിയാണ് അവിടുത്തെ ടോപ്പായിട്ട് നിൽക്കുന്ന ഫാഷൻ ഇൻഡസ്ട്രിയിലെ കമ്പനി. ജിയാങ് കമ്പനി മറ്റൊരു കമ്പനിയായിട്ട് ടൈപ്പ് വെക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു പ്രസ് കോൺഫറൻസ്. ഹീറോ സ്പീച്ച് കൊടുത്തതിന് ശേഷം മറ്റേ കമ്പനീന്റെ പ്രസിഡന്റ് ഒന്ന് സംസാരിക്കുന്നുണ്ട്. അവരാണ് മോഡലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്. മോഡലിന്റെ പേര് അനൗൺസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അമ്മായിയമ്മ അടുത്തിരിക്കുന്ന യൂൻമീൻ്റെ അടുത്ത് നീയാണ് പോവേണ്ടത്, എണീറ്റ് റെഡി ആയിട്ട് നിന്നോളാൻ പറയുമ്പം അവളും വലിയ ഗത്തായിട്ട് എണീറ്റൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പ്രസിഡന്റ് വേറൊരാളുടെ പേര് വിളിക്കുന്നത്. വരുന്നതാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ. യൂൻമിക്ക് ഒരേ സമയം ഷോക്കും കണ്ണുകടിയാണെങ്കിൽ അവിടെ ഹീറോയ്ക്കും അമ്മായിയമ്മയ്ക്കും ഷോക്കാണ്. ഹീറോയിൻ സ്റ്റൈലായിട്ട് വന്ന് അവളുടെ സ്പീച്ച് കൊടുക്കുന്നുണ്ട്. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവളിവിടെ വരും എന്ന് ഹീറോയുടെ മൈൻഡ് വോയിസ്. പരിപാടി കഴിഞ്ഞ് ഹീറോയിനും ഫ്രണ്ടും സംസാരിച്ചിറങ്ങി വരുന്ന സമയത്ത് യൂൻമി അവരുടെ അടുത്ത് പോയിട്ട് നിനക്ക് നാണമില്ല ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞ് മുഖത്തിനിട്ട് എന്നെ ഒരു അടി കൊടുക്കുന്നുണ്ട്. അനിയത്തിന്റെ എല്ലാ സാധനവും ചീച്ചി തട്ടിയെടുത്തു എന്നാണ് പറയുന്നത്. അച്ഛൻ ഇട്ടിട്ട് പോയി, ഇപ്പൊ അനിയത്തിന്റെ അവസരങ്ങൾ തട്ടിയെടുക്കുന്നു എന്നൊക്കെയാണ് പരാതി. ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നീ എൻ്റെ അടുത്ത് നിർത്ത എല്ലാം ഞാൻ തിരിച്ചെടുത്തിരിക്കും എന്നും പറഞ്ഞ് പോകുന്ന അവള് അടുത്ത പണി ഹീറോയ്ക്കുള്ളതാണെന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഈ ഒരു സീനൊക്കെ അവിടെ നിന്ന് ഹീറോയിൻ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഹീറോയിൻ റോട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചെറിയ കുട്ടി വന്നിട്ട് അമ്മയെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുവാണ്. അവള് ഷോക്കായിട്ടിരിക്കുമ്പം ഇവിടെ ഇപ്പുറത്ത് ഹീറോ പേടിച്ചിരിക്കുകയാണ് അവന്റെ കുട്ടീനെ കാണാഞ്ഞിട്ട്. കുട്ടീന്റെ പേര് ആനന്ദാണ്. അവന്റെ കയ്യില് വാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു ലൊക്കേഷൻ വെച്ചിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ കുട്ടീനെ ഇങ്ങനെ ഒറ്റയ്ക്ക് കണ്ടിട്ട് അങ്ങനെ വിട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് കുട്ടീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മോന്റെ പാരൻസ് എവിടെയാണ്, ആരാണെന്നൊക്കെ. നിങ്ങളെ എൻ്റെ അമ്മാന്ന് ആന്. മോനെ, കുഞ്ഞു പിള്ളേര് കള്ളം പറയാൻ പാടില്ല. ശരി, എനിക്കറിയാം. ആർക്കും എന്നോട് സ്നേഹമില്ല. എൻ്റെ അച്ഛൻ എപ്പോഴും വർക്ക് എന്ന് പറഞ്ഞാൽ നടക്കും. അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല എന്നാ ഭയങ്കര ക്യൂട്ടായിട്ട് ആൻ പറയുമ്പം അച്ചൂടാ ഇത്രയും ക്യൂട്ടായിട്ടുള്ള വാവേനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ എന്ന് ഹീറോയിൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നത്. അവർ രണ്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഷോക്കാവുന്നുണ്ട്. ഹീറോ കൊച്ചിനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുമ്പം നീ കൊച്ചിന്റെ ആരാണെന്ന് ഹീറോയിൻ. അവളുടെ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇവന്റെ പ്രായമാണല്ലോ ഉണ്ടാവേണ്ടത്. ഇതിന്റെ ഇടയ്ക്കാണ് കൊച്ച് അച്ഛൻ അമ്മേനെ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്നത്. അച്ഛനോന്ന് അവക്ക് ഷോക്ക്, അമ്മയോന്ന് അവന് ഷോക്ക്. അവള് പിന്നെയും കൊച്ചുമായിട്ടുള്ള റിലേഷൻ ചോദിക്കുന്നുണ്ട്. നിന്റെ അടുത്ത് പറയേണ്ട കാര്യമില്ലെന്ന് ഹീറോ. ഹീറോയുടെ അസിസ്റ്റന്റ് ആന്നെ അവിടുന്ന് കൂട്ടിയിട്ട് പോകുമ്പം ഹീറോയിനെ മാറ്റി നിർത്തിയിട്ട് കൊച്ചെന്തിനാ നിന്നെ അമ്മയെന്ന് വിളിക്കുന്നത്, കൊച്ചിനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്ന് ഹീറോ. അതെങ്ങനെയാ നിന്റെ കുട്ടിയാവുന്നത് എന്ന് ഹീറോയിൻ. അത് നമ്മുടെ കുട്ടിയാണ്, അതിനൊന്നും ചാൻസേ ഇല്ലെന്ന് ഹീറോയിൻ. അതെ, ഇമ്പോസിബിൾ ആണ്. നിന്നെപ്പോലൊരു വൃത്തിയായിട്ട സ്ത്രീയെ അവന്റെ അമ്മയായിരിക്കാൻ ഒരു ചാൻസും ഇല്ല. അതുകൊണ്ട് ആവശ്യമില്ലാതെ കൊച്ചിൻ്റെ അടുത്ത് വന്നു പോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഹീറോ അവിടെ പോകുന്നത്. ഹീറോ നാൻജി എന്ന് പറയുന്ന ഒരു വലിയ ഫാഷൻ ഡിസൈനറുടെ ഡിസൈനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തോ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഫാഷൻ ഡിസൈനറെ ഹീറോയിനാണ്. അവളെയാണ് അവൻ കമ്പനിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് ഹീറോയിനാണെന്ന് അറിയത്തില്ല. ഹീറോയിൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് യൂൻമി ഹീറോയിന്റെ ഡിസൈൻസ് എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ച് അത് ഹീറോയുടെ കമ്പനിയിൽ കൊണ്ടു കൊടുത്ത് ഇപ്പൊ ഹീറോയുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് അവളുടെ അടുത്ത് നിന്ന് തിരിച്ചെടുക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവളുടെ ഒരു ലക്ഷ്യം. ഇവിടെ ഹീറോ നാൻജിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നുണ്ട്. ഹീറോ അവൾ ഒരുമാതിരി താത്തിയാണ് സംസാരിക്കുന്നത്. അവൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്,
ഹീറോയിൻ ലുക്ക് വെച്ചിട്ടാണ് ഇത്രയും എത്തിയത്. പക്ഷെ നാൻജി എന്ന് പറയുന്ന ഫാഷൻ ഡിസൈനർ അത്രയും സമയവും കഷ്ടപ്പാടും ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ഫാഷൻ ഡിസൈനർ ആയത്. ഹീറോയിൻ നാൻജിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മോശമാണ് എന്നൊക്കെ. അപ്പോഴാണ് അവൾ പറയുന്നത് അവൾ തന്നെയാണ് നാൻജി എന്ന്. അവന് വിശ്വാസമാവുന്നില്ല. അപ്പോഴാണ് അവൾക്ക് കോഫി കൊണ്ടുകൊടുക്കുന്നത് അവളുടെ പേരും വിളിച്ച്. 5 വർഷം കൊണ്ട് അവളിപ്പോൾ ഒരു ടോപ്പ് മോഡലായി വന്ന് നിൽക്കുന്നു. ഇപ്പോൾ ഇതാ ഫാഷൻ ഡിസൈനർ ആയിട്ടുള്ള നാൻജിയാണെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോരോ വേഷങ്ങൾ. നീ ശരിക്കും ആരാണെന്ന് ഹീറോ. ദാ നോക്ക്, നിന്റെ കമ്പനിയിൽ ഇപ്പൊ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ എന്നെ കൊണ്ട് പറ്റും. അതിനാണ് നീ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ നിന്റെ കൂടെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ ആദ്യം ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യണം. അതാവുമ്പോൾ എനിക്കും ഫ്രീ ആവാൻ പറ്റും, നിനക്ക് യൂൻമനെ മാരേജ് ചെയ്യാനും പറ്റും. അതൊന്നും പറ്റത്തില്ല. ഡിവോഴ്സ് ചെയ്യണമെന്ന് എൻ്റെ അടുത്ത് പറയാൻ നീ ആരാ? അത് പറയണമെങ്കിൽ ഞാൻ വേണം പറയാനെന്ന് ഹീറോ. പെട്ടെന്ന് തീരുമാനിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നീ മാത്രമല്ല എനിക്ക് വേണ്ടി ക്യൂ നിൽക്കുന്നത്, ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് സമയം പാഴാക്കാണ്ട് പെട്ടെന്ന് തീരുമാനിക്കുമെന്ന് അവള് പറയുമ്പം നല്ല ദേഷ്യത്തിലാണ് ഹീറോ ഓർന്ന് പോകുന്നത്. യൂൻഷിൻ പ്ലാൻ ചെയ്ത് ഹീറോയുടെ വീട്ടിലേക്ക് നാനിയായിട്ട് വരുന്നുണ്ട്. ഹീറോയിൻ്റെ ആ ഒരു ഡിസൈൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഹീറോയുടെ കമ്പനി എപ്പോഴും ക്ലെയിം ചെയ്യുന്ന ഒരു കാര്യമാണ് ഒറിജിനാലിറ്റി. പക്ഷേ ഹീറോയിൻ്റെ വർക്ക് മോഷ്ടിച്ചാണല്ലോ യൂൻമി അവിടെ കൊണ്ടേ കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇമേജ് നഷ്ടപ്പെടും. അതോടുകൂടെ ഹീറോയുടെ കഥയും കഴിയും. അതിനാണ് ഹീറോയുടെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ അങ്ങനെ കേട്ടത്തില്ലല്ലോ. അതുകൊണ്ട് നാനിയായിട്ട് പോകുന്നു. പോകുന്നതിന് മുന്നേ അവളെ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബട്ടർഫ്ലൈ ബാഡ്ജ് എടുക്കുന്നുണ്ട്. അതിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. അതൊരാളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അയാളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ആ ആളുടെ ഫേസ് അല്ല കാണുക, മറ്റാരുടെയെങ്കിലും ഫേസ് ആയിരിക്കും കാണുക. അതായത് ഇപ്പോൾ ഹീറോയിൻ ആ ഒരു ബട്ടർഫ്ലൈ ബാഡ്ജ് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഫേസ് ആയിരിക്കില്ല, മറ്റാരെങ്കിലും പോലെ ആയിരിക്കും കാണുക. അങ്ങനെ ഇപ്പോൾ ഹീറോയുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ളത് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. 3 പേരുണ്ട് ഹീറോയിൻ അടക്കം. ആദ്യത്തെ ആളുടെ കൊഞ്ചലും പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് നാനിയാവാൻ വന്നോലില്ല, വേറെ ഉദ്ദേശമുള്ളതാണ് തോന്നുന്നത്. രണ്ടാമത്തെ ആളാണെങ്കിൽ ഒരുമാതിരി ഒച്ചയെടുത്താണ് സംസാരിക്കുന്നത്. അത് മൂത്തവരായ നമുക്കേ കേട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഹീറോയിൻ ഭയങ്കര ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്. അതും കുട്ടീനെ നോക്കുന്നവര് അമ്മേനെ പോലെ നോക്കണം, ഞാൻ അങ്ങനെയാണ് കൊച്ചിനെ നോക്കുക എന്നാണ് പറയുന്നത്. അതിന് നിങ്ങളൊരമ്മയാണോ എന്ന് ചോദിക്കുമ്പം അല്ലെന്ന് അവൾ പറയുന്നു. ഹീറോയ്ക്ക് എന്തോ ആ അമ്മ എന്ന് പറഞ്ഞത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ചേച്ചിയാവാൻ നാനിയാവാം, പക്ഷേ അമ്മയാവല് മാത്രം നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മേന്ന് വിളിച്ചുകൊണ്ട് ആരങ്ങോട്ടേക്ക് വന്ന് നേരെ ഹീറോയിനെ ഹഗ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോകുന്നുണ്ട്. അസിസ്റ്റന്റാണ് കൊച്ചിനെ കൂട്ടിയിട്ട് പോകുന്നത്. ഹീറോ എന്താ ആലോചിച്ചെന്നറിയത്തില്ല. ഒരുമാതിരി അവളുടെ അടുത്തേക്ക് എണീറ്റ് വരുമ്പം അവൾക്ക് ആകപ്പെടെ പേടിയാവുന്നുണ്ട്. ആ ബട്ടർഫ്ലൈ ബാച്ച് വല്ലതും കണ്ടുപിടിക്കുമെന്ന്. അത് പൊത്തിപ്പിടിച്ച് നിൽക്കുമ്പം ഹീറോ പറയുന്നു, നിനക്ക് ഫേസിന് ഭയങ്കര തടിയാണ്, പോരാത്തതിന് എന്ത് ഡ്രസ്സായിട്ടിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, 1 മാസമാണ് പ്രൊബേഷണറി പീരീഡ്. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യം തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന്. ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് ജോലി കിട്ടി. അത് അവൾക്ക് തന്നെ അത്ഭുതമാണ്. അവള് ജോലിക്ക് നിൽക്കുന്നുണ്ട്. ഒരേ ഒരു നിബന്ധനയേ ഉള്ളൂ, ഒറ്റൊരു റൂമിലേക്ക് മാത്രം പോകാൻ പാടില്ല. ഹീറോ എപ്പോഴും രാവിലെ ഹണി വാട്ടറേ കുടിക്കുള്ളൂ. ഇവനൊന്നും ഒരു മാറ്റം ഇല്ലാന്നും പറഞ്ഞ് റൂമിലേക്ക് അത് കൊണ്ടുവെക്കുന്നുണ്ട്. അപ്പൊ ഇവനാണെങ്കിൽ എന്തോ പോലമ്പുന്നുണ്ട്. എന്താണെന്ന് അടുത്ത് വെച്ച് കേൾക്കുമ്പം പോവല്ലേ, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവളെ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവളെ തന്നെ പിടിച്ച് ഹഗ് ചെയ്യുന്നു. ഉറക്കത്തിലാണ് ചെയ്യുന്നത്. വിടാൻ പറഞ്ഞിട്ടൊട്ട് വിടുന്നില്ല. അങ്ങനെ പിടിച്ച് ചെള്ളക്ക് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ എണീക്കുന്നത്. വേദനയും കൊണ്ട് അവളെ നോക്കുമ്പം നിങ്ങൾ പെട്ടെന്ന് എണീക്കുന്ന കൂട്ടത്തിലാണല്ലോ, ഞാൻ ജസ്റ്റ് ഇത് കൊണ്ടുവച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും എണീറ്റു എന്ന് പറയാണ്. ശരിക്കും അതെ എന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. അവനാണ് കൺഫ്യൂഷൻ. ഹീറോ ഓഫീസിൽ പോകാൻ നിൽക്കുമ്പം അവളെ ഡ്രസ്സൊക്കെ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. അസിസ്റ്റന്റ് നിന്നിട്ട് ഇന്ന് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ഉണ്ട്, അവർക്കൊക്കെ വലിയ താല്പര്യമില്ലായ്മയാണ് കാണാൻ പറ്റുന്നത് എന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഹീറോയിനെ തൻ്റെ കൂടെ വർക്ക് ചെയ്യിപ്പിക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് ഹീറോ അടന്നു പോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഹീറോയിൻ ആ വീട് മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഡോക്യുമെന്റ്സ് മാത്രം കിട്ടിയിട്ടില്ല. ഹീറോ പൊതുവെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സേഫ് ആയിട്ടാണ് വെക്കാറുള്ളത്. ഒന്നുകൂടെ നന്നായിട്ട് നോക്കണം. ഇനിയിപ്പോൾ ആ ഒരു മറ്റേ റൂമിൽ ഉണ്ടാവോ എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് തപ്പുന്നതിൻ്റെ ഇടയ്ക്കും ഹീറോയ്ക്ക് വേറൊരു പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ടാവണമല്ലോ. പക്ഷെ ആരുടെയും ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല. അതിനെക്കുറിച്ചും കൂടെ ആലോചിച്ചാണ് സെർച്ച് ചെയ്യുന്നത്. ഇവിടെ ഹീറോയ്ക്ക് അവൻ്റെ വീട്ടിൽ കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് CCTV ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം അസിസ്റ്റന്റ് വിളിച്ച് പറയുമ്പം അവനെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോഴാണ് അവന് മനസ്സിലാവുന്നത് ഹീറോയിനാണ് നാനിയായി വേഷം മാറിയിട്ട് അവിടെ വന്ന് വർക്ക് ചെയ്യുന്നത് എന്ന്. അവളുടെ ബട്ടർഫ്ലൈ വെച്ചിട്ട് നേരിട്ട് കാണുമ്പോൾ ഒരു മനുഷ്യന് ഫേസ് മനസ്സിലാവത്തില്ല. പക്ഷെ ക്യാമറയിലൂടെ നോക്കുമ്പം നമ്മുടെ റിയൽ ഫേസ് ആണ് കാണുക. അങ്ങനെയാണ് ഹീറോയ്ക്ക് ഇപ്പം അത് മനസ്സിലായത്. ഒന്ന് ഷോക്കായെങ്കിലും വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്ത് ചെയ്യാനാ വന്നേന്ന് അറിയണമല്ലോ. വീട്ടിൽ വരുമ്പോൾ അവള് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ ബെഡിൽ ഉയർന്നിട്ട് പ്രസ് ചെയ്ത് തരാൻ പറയാണ്. അവള് നേരെ വന്നിട്ട് അവൻ്റെ നെറ്റിക്കിട്ടൊരു കുത്തു കൊടുക്കുന്നുണ്ട്.
ഇങ്ങനെയല്ല മസാജ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് ഹീറോ. ശരിയെന്ന് പറഞ്ഞ മസാജ് ചെയ്യുമ്പം കുറച്ച് ഹാർഡാണെന്ന് പറയുന്നു. പതിയെ ചെയ്ത് കൊടുക്കുമ്പം ഹാഷാണെന്ന്. എടാ ഇവൻ എന്താണ് പ്രശ്നം എന്ന് ഹീറോയിൻ. അതിൻ്റെ ഇടയ്ക്ക് ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ടിട്ട് സെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമവും. ഇതെല്ലാം അവള് ശ്രദ്ധിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പെട്ടെന്ന് എണീറ്റ് ഒന്ന് മസാജ് ചെയ്യാൻ പോലും അറിയത്തില്ല. ഇതാ നോക്ക്, നിനക്ക് നാനിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്കൊക്കെ ഇവിടെ 1000കണക്കിന് ആൾക്കാരെ കിട്ടുന്നു പറഞ്ഞ് ഒരുമാതിരി അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ ടേബിളൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് യൂൻമി വരുന്നത്. അവളെ കണ്ടിട്ടേ അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് കൊച്ചു വന്നിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്നും പറഞ്ഞ് ഹീറോയിനെ അമ്മയെന്നും പറഞ്ഞ് വന്ന് കെട്ടിപ്പിടിക്കുന്നത്. അതും കൂടെ കണ്ടിട്ട് യൂൻമിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഓൾറെഡി ആസാനത്തിന് വേണ്ടിയാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീയൊക്കെ ഒരു നാനിയാണ്, ഒരു പന്നിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരുപാട് മോശമായിട്ട് ഹീറോയിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കൊച്ചിന്റെ സ്റ്റെപ്പ് മോം ആവാൻ ശ്രമിക്കുകയാണെന്നൊക്കെ. ഇത് കൊച്ചിനെ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളും അങ്ങനെ തന്നെയാ ചെയ്യുന്നത് എന്ന് പറയുമ്പം അത് യൂൻമിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കൊച്ചിനെ ഒരുമാതിരി പറയുന്നുണ്ട്. കൊച്ചിൻ്റെ അടുത്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ഹീറോയിൻ കൊച്ചിൻ്റെ ഭാഗം പിടിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നത്. അതുകൊണ്ട് മാത്രം ഹീറോയിനൊന്നും പറയുന്നില്ല എന്ന് മാത്രമല്ല ഒരുമാതിരി കൊഞ്ചിയാണ് നിൽക്കുന്നത്. ഇന്നൊരു പ്രൈവറ്റ് പാർട്ടി ഉണ്ട്, നമുക്ക് ഒരുമിച്ച് പോയാലോ എന്ന് ഒരുമാതിരി കൊഞ്ചി ചോദിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ വലിയ താല്പര്യമില്ലാത്താണ് കാണുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ജോലി ഉണ്ട് എന്ന് അസിസ്റ്റന്റ് പറഞ്ഞിട്ട് എണീറ്റ് പോകാൻ നിൽക്കുമ്പം യൂൻമിക്ക് കുരുട്ടുബുദ്ധി കറക്റ്റായിട്ട് വർക്ക് ചെയ്ത് ഹീറോനെ കാല് തട്ടി വീഴിക്കുവാണെങ്കിൽ അവൻ തൻ്റെ മേത്ത് വീഴുന്ന വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഹീറോ വീഴുന്നത് ഹീറോയിന്റെ മേത്ത്. രണ്ടുപേരും വീണ് ഒരുമാതിരി അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് യൂൻമിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എണീറ്റ് അവരുടെ അടുത്തേക്ക് വരാൻ നോക്കുമ്പം അവള് കാല് തന്നെ ഇവരുടെ മേത്തേക്ക് വീഴുന്നു. അങ്ങനെ അവര് കിസ് ചെയ്യാണ്. രണ്ടുപേർക്കും ഷോക്കാണെങ്കിൽ അതിലും കഷ്ടത്തിലാണ് യൂൻമി ഇരിക്കുന്നത്. അപ്പോഴാണ് ഹീറോയിൻ എണീറ്റിട്ട് ഹീറോയുടെ കർണം നോക്കി ഒരെണ്ണം പൊട്ടിച്ചു കൊടുക്കുന്നത്. ദേഷ്യത്തിൽ അവള് പോകുമ്പം ഹീറോ ഒരുമാതിരി കിളി പോയാലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് യൂൻമി ആണെങ്കിൽ അവനെ വന്നിട്ട് ഓക്കെയാണെന്നൊക്കെ ചോദിച്ച് അവന്റെ മുഖത്ത് കൈവെക്കുന്നുണ്ട്. അത് അവനാണെങ്കിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. നീ പോയിട്ട് മേക്കപ്പ് ഇടാൻ നോക്കുക എന്ന് പറയുന്നു. ഇവരെ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്ന മറ്റേ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനീൻ്റെ കോസ്മെറ്റിക്സ് ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷെ അത് ഭയങ്കര ചീപ്പാണ്, എൻ്റെ സ്കിൻ പോകുന്ന അവൾക്ക് പരാതി. ആ പ്രസിഡന്റും പാർട്ടിക്ക് ഉണ്ടാവും. നീ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കാണ്ട് മര്യാദയ്ക്ക് പോയി മേക്കപ്പ് ഇടാൻ നോക്കുന്ന് ഹീറോ. അവളും ഇഷ്ടക്കേടോടുകൂടെ അവിടുന്ന് പോകുന്നുണ്ട്. ഹുവാൻ്റെ കോസ്മെറ്റിക്സിനെ അവിടുന്ന് ലോ ക്വാളിറ്റിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് അത്രയും കുറ്റം പറഞ്ഞിട്ട് അവള് ഹുവാൻ്റെ അടുത്ത് പോയിട്ട് ഇത് ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്, ഇനി മുതൽ ഞാൻ ഫുള്ള് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്, എൻ്റെ സാധനം മൊത്തം എടുത്ത് കളയാൻ പോവാണ്, ഇന്ന് ഞാൻ അതാണ് ഇട്ടത്, എങ്ങനെയുണ്ട് എന്നൊരുമാതിരി കുഴഞ്ഞു സംസാരിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. അവള് നല്ല ഭംഗിയായിട്ട് വന്നു കണ്ടിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും അറ്റൻഷൻ അവളിലേക്ക് പോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഈ പെണ്ണിനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. വയറ്റിരിച്ചില്ല കാരണം ഹീറോയിൻ ഇട്ടിരിക്കുന്നത് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറയുമ്പം അത് ഹുവാന്റെ ഡിസൈനെ മോശമാക്കി പറയുന്ന കണക്കാണല്ലോ. അത് ഹുവാണ് ഡിസൈൻ ചെയ്തത്. ഹീറോയിൻ കാമായിട്ട് അപ്പൊ നീ ഹുവാന്റെ ഡിസൈൻ കൊള്ളത്തില്ലെന്നല്ലേ പറയുന്നത് എന്ന് പറയുമ്പം അയ്യോ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഇത് ഇവക്ക് ചേരുന്നില്ല എന്നാ പറഞ്ഞത് എന്നൊക്കെ ഇവൾ ഒരുപാട് മഴപ്പ് വിടാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവള് ഹുവാന്റെ കോസ്മെറ്റിക്സിനെ കുറിച്ച് കുറ്റം പറഞ്ഞത് വോയിസ് ആയിട്ട് അവിടെ പ്ലേ ചെയ്യുന്നത്. അത് കേട്ട് അവള് ഷോക്ക് ആവുന്നുണ്ട്. ഹുവയ്ക്ക് ഒന്നാമത് ദേഷ്യായിരുന്നു, ഇതും കൂടെ കേൾക്കുമ്പം പൂർത്തിയാവുന്നുണ്ട്. യൂൻമി അവളുടെ കോൺട്രാക്ട് പുതുക്കാൻ വേണ്ടിയിട്ടും കൂടി ആയിരുന്നു വന്നത്. അതിന് നടക്കത്തില്ലെന്നും ഇനി ഹീറോയിനാണ് അവരുടെ സ്പോക്സ് പേഴ്സൺ എന്നും പറയുന്നുണ്ട്. ഇത് പെണ്ണിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നല്ല ദേഷ്യത്തില് അവളുടെ മോതിരം തിരിച്ചു വെച്ച് ഹീറോയിൻ ഒരു അടി കൊടുക്കുന്നുണ്ട്. അത് കണ്ട് ദേഹം മുറിഞ്ഞ് ചോര വരുമ്പം ആദ്യം വന്ന് നിൽക്കുന്നത് ഹീറോ ആണ്. അവളെ പിടിച്ചു വെച്ചിട്ട് എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അത്രയും ചെയ്ത് വെച്ചിട്ട് ഹീറോയിൻ അവളെ കോർണർ ചെയ്തെയാണ്, ഫ്രെയിം ചെയ്തെയാണ് എന്നാണ് യൂൻമി പറയുന്നത്. എന്നിട്ട് ഒരു ഡയലോഗും ഞാൻ നിങ്ങളുടെ തല്ലേന്ന്. അത് അവൻ എന്നെ ദേഷ്യം വരുത്തുന്നുണ്ട്. നിങ്ങൾ വേണം ആന്റി എന്നെ രക്ഷിക്കാനെന്നും പറഞ്ഞ് അമ്മായിമ്മേന്റെ അടുത്ത് പോയി പറയുമ്പം നന്നായിട്ട് കൈമലർത്തി കൊടുക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അത് അമ്മായിമ്മയ്ക്കാണല്ലോ പണിയാവുക. ഹീറോയിൻ അവിടുന്ന് പോകുന്നുണ്ട്, പുറകെ തന്നെ ഹീറോയും. അവള് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഹീറോയുടെ വീട്ടിൽ മെയ്ഡായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് അത്രത്തോളം പതറി പോയിട്ടായിരുന്നു ഹീറോ വന്നിട്ടുണ്ടായിരുന്നത്. അത് ഒറിജിനൽ ആയിരുന്നോ അതോ ഇനിയിപ്പോൾ വല്ല ആക്ടിങ് ആയിരിക്കുമോ എന്നാണ് അവളുടെ ചിന്തന. എന്തേലും ആവട്ടെ എന്ന് പറഞ്ഞ് ബട്ടർഫ്ലൈ എടുത്ത് വെച്ച് പോകാൻ നിൽക്കുന്ന സമയത്ത് അതാണെങ്കിൽ വർക്കാവുന്നില്ല. കറക്റ്റ് ആ സമയത്താണ് ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. അവളെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, എന്നാലും കാണാത്ത പോലെ മറിഞ്ഞു നിന്നിട്ട് അതൊന്നും നിന്റെ തെറ്റല്ല, അതോർത്ത് വിഷമിക്കണ്ടെന്നും പറഞ്ഞ് ബാൻഡേഡ് അവിടെ വെച്ചിട്ട് ഹീറോ അവിടെ പോകുന്നുണ്ട്. അവൾ അതും എടുത്തിട്ട് ബ്രൂച്ച് കൊടുത്ത ആളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. ബട്ടർഫ്ലൈ വർക്ക് ആവുന്നില്ല എന്ന്, എത്രയും പെട്ടെന്ന് അത് ശരിയാക്കാൻ ഏർപ്പാട് ചെയ്യാമെന്നാണ് ആ ആളും പറയുന്നത്. ജസ്റ്റ് മെസ്സേജ് മാത്രമേ ഉള്ളൂ, ആരതൊന്നും അവൾക്കും അറിയത്തില്ല. ഹീറോ ആകെപ്പാടെ ടെൻഷനായിട്ടാണ് വീട്ടിലേക്ക് വന്ന് ഹീറോയിനെ അന്വേഷിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ നോക്കി അവസാനം കണ്ടുപിടിക്കുന്നുണ്ട്. അവൻ വന്നത് നൈസായിട്ട് അവിടെ എണീറ്റ് വന്നിക്കുമ്പം നിനക്ക് ഞാൻ വന്നിട്ട് ഒരു ഹായ് പറയാൻ പോലും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഒന്നില്ലേലും വീടിന്റെ ഓണർ ആണല്ലോ. അവളും പറയുന്നുണ്ട്, പക്ഷെ അവനെ നോക്കുന്നില്ല. അതെന്താ നീ എന്നെ നോക്കാതേന്ന് ചോദിക്കുന്നു.
ഒന്നുമില്ലാന്ന് പറയുമ്പം ഹീറോ പറയുന്നുണ്ട് തിരിഞ്ഞിങ്ങോട്ട് നോക്കാൻ. പക്ഷെ അവള് നോക്കുന്നില്ല. പിന്നെ അവൻ തന്നെ ഫേസ് തിരിച്ചു വെച്ച് നോക്കുന്നുണ്ട്. അവനറിയാലോ അവളുടെ കഴുത്തിൽ മുറിഞ്ഞിട്ടുണ്ട് എന്ന്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പം ആക്സിഡന്റൽ ആയിട്ട് മുറിഞ്ഞാണ്, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓൾമോസ്റ്റ് ഹീലായി എന്ന് പറയാണ്. ബാൻഡേജ് ഒക്കെ എമർജൻസി ആയിരിക്കും വീടേണ്ടതാണ് എന്നും പറഞ്ഞ് അവൻ പോയിട്ട് മെഡിക്കൽ കിറ്റ് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. അടുത്തേക്ക് വരാൻ പറയുമ്പം അവൾ ആദ്യം കേൾക്കുന്നില്ല, പിന്നെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ഹീറോ ബാൻഡേജ് അഴിച്ചു നോക്കുന്നു. അത്യാവശ്യം നന്നായിട്ട് തന്നെ മുറിഞ്ഞിട്ടുണ്ട്. മരുന്ന് വെച്ച് കൊടുക്കുമ്പം അവൾക്ക് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട്. ഒരുമാതിരി ഹീറോ അടുത്തേക്ക് വരുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ജിയാങ് അവക്ക് മരുന്ന് വെച്ച് കൊടുത്തിട്ട് കഴുത്തിനൊന്ന് ചെറുതായിട്ട് ഊതി കൊടുക്കുന്നുണ്ട്. കഴുത്ത് പൊതുവേ ഒരു വീക്ക് സ്പോട്ട് ആണല്ലോ, അതുകൊണ്ട് തന്നെ അവക്ക് കുറച്ച് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. ഇവരിങ്ങനെ കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്നത് യൂൻമി വന്ന് കാണുന്നുണ്ട്. ഹീറോനെ എങ്ങനെയെങ്കിലും മയക്കി പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിക്കാണ് അപ്പോഴും അവൾ അവിടെ നിന്ന് ആലോചിക്കുന്നത്. ഇവിടെ ഹീറോയിൻ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ആനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അവക്ക് ആനിനോട് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ഇനിയിപ്പോൾ ശരിക്കും അവൻ തൻ്റെ കുട്ടി തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ കോളും കട്ട് ചെയ്ത് നിൽക്കുന്ന സമയത്ത് യൂൻമി അടുക്കളയിലേക്ക് പോകുന്ന കാണുന്നു. ഇവക്ക് ഈ നേരത്തെ ഇവിടെ എന്താ പരിപാടി എന്ന് പറഞ്ഞ് ഹീറോയിൻ പോയി ഒളിഞ്ഞു നോക്കുമ്പം അവള് ജ്യൂസിൽ എന്തോ കലക്കുന്നതാണ് കാണുന്നത്. ഈ ഒരു സീനൊക്കെ ഹീറോയും കാണുന്നുണ്ട്. എന്തോ ഒന്ന് കലക്കിയിട്ട് യൂൻമി പുറത്തേക്ക് പോകുമ്പം ഹീറോയിൻ വന്ന് 2 ഗ്ലാസ് എടുത്ത് അതിൽ ജ്യൂസ് ഒഴിച്ച് അവളുടെ വക എന്തോ കലക്കുന്നുണ്ട്. ഒരാൾ കലക്കുന്നതേ കണ്ട് കൺഫ്യൂസ് ആയി നിൽക്കാണ്. അപ്പാണ് അടുത്ത ആൾ വന്ന് കലക്കി മറ്റേ ആൾ കലക്കി വെച്ചിരുന്നത് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത്. ഇതൊന്നും അറിയാതെ യൂൻമിയും വന്ന് ആ ജ്യൂസ് എടുത്തിട്ട് ഹീറോയ്ക്ക് കൊണ്ട് കൊടുക്കുന്നു. എപ്പോഴത്തെ പോലെ സെഡ്യൂസ് ചെയ്യുന്ന കണക്ക് കുറച്ച് കുഴഞ്ഞൊഴിഞ്ഞാണ് സംസാരിക്കുന്നത്. ഹീറോ വലിയ കാര്യമാക്കുന്നില്ലെങ്കിലും നീ കുറച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറയുന്നുണ്ട്. കുടിക്കുകയെന്ന് പറഞ്ഞാൽ നിർബന്ധിച്ച് ആ ജ്യൂസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഹീറോ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിലും നോക്കിയിരിക്കുകയാണ്. ആ ജ്യൂസിൽ ഹീറോയിൻ കലക്കിയത് സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് കുടിച്ചതും അവള് ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോഴാണ് ഹീറോയ്ക്കും കുറച്ച് സമാധാനമാവുന്നതും കാര്യം മനസ്സിലാവുന്നതും. ജിയാങ് പുറത്തേക്ക് വരുമ്പം ഹീറോയിൻ അവിടെ ഉണ്ട്. അവളെ കണ്ടിട്ട് നീ ഒരു ബാഡ് ആയിട്ടുള്ള വുമൺ ആണ്, നീ നിന്റെ കൊച്ചിനെ തന്നെ ഇട്ടിട്ട് പോയി. ഇപ്പൊ എന്റെ കമ്പനി നശിക്കാൻ പോകുമ്പം നിനക്ക് സന്തോഷമല്ലേ, പക്ഷെ അത് നിനക്ക് വേണ്ടിയുള്ള എന്റെ ഗിഫ്റ്റ് ആയിരുന്നു. നമ്മുടെ റിലേഷൻഷിപ്പ് പോലെ തന്നെ അതും ഇപ്പൊ പോവാൻ പോവാണ് എന്നൊക്കെ പുലമ്പുമ്പം അവക്കും ഒരുമാതിരി ഫീൽ ആവുന്നുണ്ട്. പിന്നെ എന്തിനാ അതിലിങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവൻ ചെയ്യുന്ന ഓരോ കാര്യവും അവളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന പോലെയാണുള്ളത്. പക്ഷെ പെട്ടെന്ന് അമ്പോന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് സംശയം കൊണ്ടാണ് അവൾ ചോദിക്കുന്നത്. ഹീറോ പെട്ടെന്ന് ബോധം വന്ന കണക്ക് എക്സ് വൈഫ് ആണെന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ, സോറി എന്ന് ചോദിക്കുമ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് ഹീറോയിൻ പോകാൻ നിൽക്കുന്നിടത്ത് വേണ്ട ഞാൻ തന്നെ പോയി എടുത്തിട്ട് തരാമെന്ന് പറഞ്ഞ് ഹീറോ 2 ഗ്ലാസ്സിൽ ജ്യൂസ് എടുത്തോണ്ട് വരുന്നുണ്ട്. രണ്ടുപേരും കുറേശ്ശെ കുടിക്കുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ ഫുള്ള് കുടിച്ചു കഴിയുമ്പോഴേക്കും അവനെ ഭയങ്കരമായിട്ട് ചൂടെടുക്കുകയാണ്. അവക്കും ഒരുമാതിരി ചൂടെടുക്കുന്നുണ്ട്. അപ്പോഴാണ് ചോദിക്കുന്നത് അത് എവിടെ നിന്നാ എടുത്തോണ്ട് വന്നേന്ന്. ഹീറോ ഫ്രിഡ്ജിൽ പോയിട്ടാണ് അത് എടുത്തിട്ട് വന്നത്. അങ്ങനെ അന്ന് രാത്രി അവർ ഒരുമിച്ചാണ് കഴിയുന്നത്. അനിയത്തി സ്വന്തം നടക്കണമെന്ന് വിചാരിച്ച കാര്യം ചേച്ചിക്ക് നടന്നു. പിറ്റേന്ന് രാവിലെ ആദ്യം എണീക്കുന്നത് ഹീറോയിനാണ്. ഒരു നാനീൻ്റെ കൂടെ കടക്കാനും മാത്രം ഇവനെപ്പോഴും ഇത്ര ചീത്തയായത് എന്നാണ് ആലോചിക്കുന്നത്. അത് മാത്രമല്ല ഹീറോയുടെ ബോഡി കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയ കണക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവൻ്റെ ഫോൺ അവിടെ ഉള്ളതായിട്ട് ശ്രദ്ധിക്കുന്നത്. അത് 5 കൊല്ലം മുന്നേ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അതേ ഫോൺ തന്നെയാണ്. ലോക്ക് ഓണാക്കി നോക്കുന്നുണ്ട്. അവൾക്ക് ആവശ്യമുള്ളതൊക്കെ നോക്കിയിട്ട് എണീറ്റ് പോകുന്നുണ്ട്. ഹീറോ ഉറങ്ങുന്ന പോലെ നടിക്കുകയായിരുന്നു. അവള് പോയി കഴിയുമ്പോൾ തന്നെ കണ്ണു തുറക്കുന്നുണ്ട്. നീ എത്രത്തോളം അഭിനയിക്കൂന്ന് നമുക്ക് നോക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാൻജിനായിട്ട് ഹീറോയെ വിളിക്കുന്നുണ്ട്. നാൻജി വിളിച്ചത് പ്രകാരം ഹീറോയും അവരുടെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് നോക്കുമ്പം ഹീറോയിനും ഹീറോയിൻ്റെ ഫ്രണ്ടും കുറച്ച് ക്ലോസ് ആയിട്ടാണ് ഇരുന്ന് ഡോക്യുമെന്റ്സ് നോക്കുന്നത്. അത്ര ക്ലോസ് എന്നല്ല, ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിക്ക് പൊസസീവ് ആവുന്നതാണ് ഒരു ക്ലോസ്നെസ്. അതും കണ്ട് ഇഷ്ടപ്പെടാതെ അവിടെ പോയിരിക്കുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത് അവൾക്ക് കുറച്ച് ഡിമാൻഡ് ഉണ്ട് എന്ന്. ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫുൾ അതോറിറ്റി അവൾക്കായിരിക്കണം എന്ന് പറയുന്നു. അതേപോലെ വേറൊരു ഡിമാൻഡും കൂടെ വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയ്ക്ക് ആ ഒരു ഡോക്യുമെന്റും കൊടുക്കുന്നുണ്ട്. ഓ അത്രേ ഉള്ളോ എന്നും പറഞ്ഞ് ഇവനത് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഫയലിലെ ഗ്യാപ്പിലൂടെ ഇവര് കുറച്ച് ക്ലോസ് ആയിട്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇത് ഇഷ്ടപ്പെടാണ്ട് നേരെ എണീറ്റ് വന്ന് അവരുടെ നടുക്ക് തന്നെ ഫയൽ വെച്ച് ഒരുമാതിരി നിൽക്കുമ്പം ഫ്രണ്ട് എണീറ്റ് പോകുന്നുണ്ട്. ഹീറോ കണ്ടുപിടിച്ച കുറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന്. അത് ജസ്റ്റ് ഡ്രാഫ്റ്റ് ആണ്, അതിലൊന്നും ഒരു കുഴപ്പമില്ല, ഫൈനലിൽ ശരിയാക്കിക്കോളുന്ന ഹീറോയിൻ. ഓക്കെ എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പറയാം എന്നും പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം ശരി എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നുള്ള രീതിക്കാണ് ഹീറോയിൻ നിൽക്കുന്നത്. എനിക്കെന്താ നോക്കിയിരിക്കുന്നേ എൻ്റെ കൂടെ വാദം പറഞ്ഞ് അവളെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. വാതിലിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്ന് നിന്ന് ഫ്രണ്ടിനെ നോക്കുമ്പം ഫ്രണ്ട് ഓൾറെഡി ഒരുമാതിരി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ കൈ പിടിച്ച് അടുത്തേക്ക് നിർത്തിയിട്ട് നീ ക്ലയൻറ്റിൻ്റെ കൂടെ വേണം നിൽക്കാനെന്ന്. നിങ്ങൾക്ക് എന്താണ് തലയ്ക്ക് സുഖമില്ലേ, ഞങ്ങൾ ജനറേഷൻസ് ആയിട്ട് ഫാമിലി ഫ്രണ്ട്സ് ആണ് എന്നും പറഞ്ഞ് ഫ്രണ്ട് അവളെ പിടിച്ച് അടുത്തേക്ക് നിർത്തുന്നുണ്ട്.
അതിൽ കൂടുതൽ ജിയാങ്ങിനൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ദേഷ്യപ്പെട്ട് അവിടുന്ന് പോകുന്നുണ്ട്. ഇതിന്റെ ഒന്നും ആവശ്യമില്ലടാന്ന് ഹീറോയിൻ. നീ അവന്റെ അടുത്ത് കൂടുതൽ കൈൻഡ് ആവുകയാണോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പം തീർച്ചയായിട്ടും ഇല്ല. പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം ജിയാങ്ങിനെ കൊളാപ്സ് ആക്കലും അത് ഞാൻ തിരിച്ചെടുക്കലുമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് മനസ്സുകൊണ്ട് പറയുന്നതാണെന്ന് തോന്നുന്നില്ല. ഫ്രണ്ടിന്റെ അടുത്തായിരുന്നല്ലോ ആനിനെ കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞത്. അവൻ അന്വേഷിച്ചിട്ട് ആൻ അഡോപ്റ്റ് ചെയ്യപ്പെട്ടതാണ്, അതിനുള്ള ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഹീറോയിൻ ഹീറോയുടെ ഫോണിൽ എന്തോ ചെയ്തിട്ട് ഫ്രണ്ടിന് അയച്ചു കൊടുത്തായിരുന്നല്ലോ. അതവൻ അന്ന് പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ക്രാക്ക് ചെയ്തിട്ട് അവളുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ അത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ട് മടിച്ച് നിൽക്കുവാണ്. ഹീറോയിൻ തന്നെ അതെടുത്ത് നോക്കുമ്പം 5 വർഷം മുന്നേ ഉള്ള യൂൻമീൻ്റെയും ഹീറോയുടെയും ചാറ്റാണ്. ജിയാങ് ഫാമിലിയിലെ എന്നെ കെട്ടുന്നത് തന്നെ അവളുടെ വലിയ ഭാഗ്യമാണ്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അവൾ എൻ്റെ കുട്ടിക്ക് ജന്മം കൊടുക്കൽ മാത്രമേ ഉള്ളൂ. തെളിവുണ്ടാക്കി വേണം ഹീറോയിനെ ചവിട്ടി പുറത്താക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഹീറോ യാൻമിക്ക് മെസ്സേജ് അയച്ചതിനെ കൂട്ടുള്ള ഒരു ചാറ്റാണ് കാണുന്നത്. അത് കാണുമ്പോൾ അവൾക്ക് കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്. ഹീറോ പ്ലാൻ ചെയ്ത് തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് മനസ്സിലാവുമ്പം ആ ദേഷ്യത്തിൽ നേരെ അവൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഒരു ലോക്കർ തുറന്ന് നോക്കുമ്പം അതിൽ അവളുടെ ആ ഡോക്യുമെന്റ്സ് ഉണ്ട്. മെയ് 20 നിനക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. നമ്മുടെ മാരേജ് ഒന്നായിരുന്നു. നമ്മുടെ കുട്ടി ജനിച്ചതും മരിച്ചതും ഒന്നായിരുന്നു. നീ എന്നെ പുറത്താക്കിയതും അന്നേ ദിവസമാണ് എന്ന ദേഷ്യത്തിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയോ അസിസ്റ്റന്റും വരുന്നത്. അതുകൊണ്ട് അവിടെ തന്നെ ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. ആനിയുടെ ബർത്ത്ഡേക്ക് ഹീറോയിൻ വന്നിട്ടില്ലെങ്കിൽ അത് ആഘോഷിക്കാൻ അവൻ സമ്മതിക്കത്തില്ല എന്ന് ഭയങ്കര വാശിയിലാണ്. അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ ശ്രദ്ധിക്കുന്നത്. ഹീറോയിൻ ഒളിച്ചിരുന്നെങ്കിലും അവളുടെ ഡ്രസ്സിന്റെ കുറച്ച് ഭാഗം പുറത്ത് കാണാൻ പറ്റും. അവൾ ഉള്ളിലുള്ളത് മനസ്സിലാക്കിയിട്ട് ആദ്യം പറയുന്നുണ്ട് അവൾ എന്തായാലും വിളിക്കണ്ടെന്ന്. പിന്നെ പെട്ടെന്ന് ശരി അവളെ ഇപ്പോൾ വിളിച്ചു നോക്ക്, സമ്മതിക്കുകയാണെങ്കിൽ വരട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോയെ അവിടുന്ന് പോകുന്നുണ്ട്. ആനിനെ കുറിച്ച് ആലോചിക്കാൻ ഇത് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് എന്തായാലും വരണം എന്നാണ് ഹീറോയിൻ ആലോചിക്കുന്നത്. ബർത്ത്ഡേ ആഘോഷത്തിനായിട്ട് അമ്മായിമ്മയും യൂൻമിയൊക്കെ വരുന്നുണ്ട്. യൂൻമി അവന് ഒരു ഗെയിമിംഗ് സെറ്റാണ് മേടിച്ചു കൊടുക്കുന്നത്. ഗെയിം കളിക്കരുത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിത് വേണ്ടാന്ന് കൊച്ച്. അങ്ങനൊന്നും പറഞ്ഞൂടെ അവൻ, ഇത് മേടിക്കുക ഗിഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞ് യൂൻമി മേടിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും എനിക്ക് വേണ്ട ഞാൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. അവളും അതേ ഗെയിമിംഗ് സെറ്റാണ് കൊണ്ടു കൊടുക്കുന്നത്. ഇവൻ അത് കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് കിട്ടിയതിൽ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇതാണെന്നും പറഞ്ഞ് മേടിക്കുന്നുണ്ട്. അത് കാണുന്ന യൂൻമിക്ക് വായിട്ടരിച്ചല് മോനെ അത് തന്നെയാണ് എൻ്റെ അടുത്തുള്ളത്, ഇത് വെച്ചോന്ന് പറഞ്ഞു കൊടുക്കുമ്പം അതാ ആൻറ്റിയെ ഞാനും പറയുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഉണ്ടല്ലോ, അതുകൊണ്ട് ആൻറ്റി അത് കൊണ്ടുപോയിട്ട് വേറെ വല്ല പിള്ളേർക്കും കൊടുക്കുക എന്ന് പറയാണ്. അവള് ദേഷ്യം പിടിച്ച് നിൽക്കുമ്പം അമ്മായിയമ്മ ഹീറോയിൻ എന്തിനാ ഇവിടെ വന്നത്, ഇവളിവിടെ കയറാൻ പാടില്ല എന്നുള്ള രീതിക്ക് പ്രശ്നം ഉണ്ടാക്കുവാണ്. നീ ഇവിടെ നിൽക്കുന്ന ആർക്കും ഇഷ്ടമല്ല എന്നും പറഞ്ഞ് യൂൻമിയും പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. ഗസ്റ്റ് ആണ് അവള്, അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതൊന്നും സംസാരിക്കരുത്, എന്തായാലും ഇവിടെ വന്നതല്ലേ എന്ന് ഹീറോ. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ക്യൂട്ട് ബോയ് അസിസ്റ്റന്റിന്റെ അടുത്ത് ഹീറോയും ഹീറോയിനും വേണം അവന്റെ കേക്ക് മുറിക്കാനെന്ന് പറയാണ്. മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും മോനെ ഇങ്ങ് വാദവറിനെ അടുത്ത് വിളിച്ച് അച്ഛനും അമ്മയും വേണം ബർത്ത്ഡേ കേക്ക് മുറിക്കാൻ. അതുകൊണ്ട് അച്ഛനും ആൻറ്റി യൂൻമിയാണ് കേക്ക് മുറിക്കേണ്ടത് കേട്ടോ എന്ന് പറയുമ്പം അതൊന്നും പറ്റത്തില്ലെന്ന് കൊച്ചിന് നല്ല വിവരമുണ്ട്. പോരാത്തതിന് ഹീറോയ്ക്ക് താല്പര്യമുണ്ട്. അവൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. നീ വാ നമുക്ക് കേക്ക് മുറിക്കാന്ന് പറഞ്ഞ് ഹീറോയിനെ വിളിച്ച് അവരെ കേക്ക് മുറിക്കാൻ പോകുമ്പം യൂൻമി വന്നിട്ട് ഹീറോയിന്റെ മേത്തേക്ക് വൈൻ എടുത്ത് ഒഴിക്കുകയാണ്. ഡ്രസ്സ് മൊത്തം നാശാവുന്നുണ്ട്. എനിക്ക് മാറാനൊരു ഡ്രസ്സ് തരാമോ എന്ന് ഹീറോയുടെ അടുത്താണ് ചോദിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇവിടെ സ്ത്രീകളൊന്നുമില്ല, അതുകൊണ്ട് ഡ്രസ്സൊന്നും ഉണ്ടാവത്തില്ലെന്ന് അമ്മായിയമ്മ. നിനക്ക് വേണമെങ്കിൽ ജോലിക്കാരിന്റെ ഡ്രസ്സ് ഉണ്ടാവും, എടുത്തു തരട്ടെ എന്ന് യൂൻമി. ഹീറോയ്ക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ എന്റെ ഡ്രസ്സ് ഇടുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചു വന്നിട്ട് അവളെ കൂട്ടിയിട്ട് പോകുന്നുണ്ട്. ഹീറോ പോവരുത് എന്ന് പറഞ്ഞാൽ റൂമിന്റെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സ് ഉണ്ട് പോയി ഇട്ടോ എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് പോവാണ്. മടിച്ചാണ് അവൾ അകത്തേക്ക് കയറുന്നത്. അകത്ത് പോയി നോക്കുന്ന അവള് കാണുന്നത് അവരുടെ വെഡിങ് റിംഗ് ആണ്. 5 വർഷമായിട്ടും ഹീറോ അത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ആനിന്റെ ടോയ്സ് ഡ്രസ്സൊക്കെ ഉണ്ട്, അതും കുഞ്ഞിലേ മുതലുള്ളത്. അങ്ങനെയാണെങ്കിൽ അന്ന ചെറുപ്പത്തിലെ ദത്തെടുത്തോന്നാണ് ആലോചിച്ച് വെക്കുന്നത്. അപ്പോഴാണ് അവള് കാണുന്നത് ബെഡില് അവളുടെ വെഡിങ് ഡ്രസ്സ് ഉള്ളത്. ഇതെന്തിനാ എപ്പോഴും ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നുള്ള രീതിക്ക് ഒന്ന് നോക്കുന്നുണ്ട്. എന്നിട്ട് അവള് ഡ്രസ്സ് മാറാൻ തുടങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നിന്റെ അടുത്ത് ആരാ ഇങ്ങോട്ട് കയറാൻ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് വരുന്ന ഹീറോ പെട്ടെന്ന് ഇവള് ഡ്രസ്സ് മറന്നുണ്ടതും തിരിഞ്ഞു വെക്കുന്നുണ്ട്. അതൊന്നും അവക്ക് പ്രശ്നമായിട്ട് തോന്നില്ല. ആനിനെ എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതിന് ഹീറോ റിപ്ലൈ കൊടുക്കുമ്പോഴേക്കും അസിസ്റ്റന്റ് ആനിനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നുണ്ട്. ആ സൗണ്ട് കേട്ടത് അവർ രണ്ടും കൂടെ മാറിപ്പോയി ഒളിഞ്ഞിരിക്കുന്നു. നീ എന്തിനാ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ഹീറോയിൻ. ഇതാ നോക്കു വെച്ചാൽ നിനക്ക് അവനെ അറിയത്തില്ല. അവൻ വല്ലോ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് മൊത്തം പാട്ടായിരിക്കും. വെറുതെ എന്തിനാണ് ഓരോ പ്രശ്നത്തിൽ പോയി ചാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ആനിനെ അഡോപ്റ്റ് ചെയ്തതിനെ കുറിച്ച്. അഡോപ്റ്റ് ചെയ്തതാണെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് കാണണമെന്ന് പറയുമ്പം അതെന്തിനാ ഞാൻ നിന്നെ കാണിക്കുന്നത് എന്ന് ഹീറോ. അവൻ എന്നെ അമ്മയെന്നാണ് വിളിക്കുന്നത്, പിന്നെ എനിക്ക് അറിയണ്ടേന്ന് അവള്. അത് കൊള്ളാം,
ഞങ്ങളുടെ നാനീനെ അവർ അങ്ങനെ വിളിക്കുന്നത്. പിന്നെ നിന്നെ വിളിക്കുന്നതിൽ എന്ത് ഇത്ര അത്ഭുതം എന്ന് ആക്കി വിടുമ്പം ഹീൽസ് വെച്ചിട്ട് തന്നെ ഒരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അസിസ്റ്റന്റ് റൂമിൽ വന്ന് നോക്കി കൊച്ചില്ലാന്ന് മനസ്സിലാകുമ്പോൾ അവിടെ നിന്ന് പോകുന്നു. അസിസ്റ്റന്റ് പോകുന്നേ നോക്കി കഴിഞ്ഞ് ഹീറോയിനെ നോക്കുമ്പം അവനൊരുമാതിരി താഴേക്ക് നോക്കിക്കാണ്. അവൾ ഓൾറെഡി ഡ്രസ്സ് അഴിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഇറക്കത്തിലാണ് കിടക്കുന്നത്. അങ്ങോട്ടേക്കാ നോക്കുന്നേന്ന് വിചാരിച്ച് അങ്ങ് തള്ളി വിടുന്നുണ്ട്. പക്ഷെ പാവം മൂക്കിന്ന് ബ്ലഡ് വന്നിട്ട് അതാണ് നോക്കിക്കൊണ്ടിരുന്നത്. നീ എന്തിനാണ് ഇങ്ങനെ ഓവർ ആക്കുന്നത്? കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അഫെയർ ഉള്ള പോലെ ഉണ്ട് എന്ന് പറഞ്ഞ് അവനവിടെ നിന്ന് എണീറ്റ് പോന്നു. ഹാളിലേക്ക് വരുമ്പം യുൻമി അമ്മായിമ്മേൻ്റെ അടുത്ത് ഹീറോയിൻ വന്നോണ്ടാണ് ഹീറോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, നമ്മൾ പറയുന്നത് കേൾക്കത്തില്ല എന്ന് ഏരിയേറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതാ നോക്ക്, ഒന്നെങ്കിലേ ഞാന് ഇല്ലെങ്കിൽ അവള്, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആരെ വേണമെന്ന് നീ തീരുമാനിച്ചോന്ന് പറയുമ്പം ഇങ്ങനത്തെ ഭീഷണിയൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ എന്ന് ഹീറോ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. അവള് വെഡിങ് ഡ്രസ്സിൽ വരുന്ന കണ്ടിട്ടാണോ അതോ ഭയങ്കര ഭംഗിയായിട്ടുള്ളതുകൊണ്ടാണോ എന്തോ ഹീറോ പിന്നെയും വാ വിളിച്ച് നോക്കുന്നുണ്ട്. കൊച്ചു ഭയങ്കര ഭംഗിയുണ്ട് എന്ന് പറഞ്ഞ് അവളെ പോയി കെട്ടിപ്പിടിക്കുന്നു. അമ്മായിമ്മയെ യൂൻമിയും ദേഷ്യത്തിൽ വന്നു. അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവിടാൻ വേണ്ടിയിട്ടും അസിസ്റ്റന്റും പുറകെ പോകുന്നുണ്ട്. അവരെന്തായാലും പോയി ബാ നമുക്ക് കേക്ക് മുറിക്കാന്നും പറഞ്ഞ് ഹീറോ അവരെയും കൂട്ടി കേക്ക് മുറിക്കുന്നു. അവൻ്റെ അടുത്ത് വിഷ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്താ വിഷ് ചെയ്തതെന്ന് ചോദിക്കുമ്പം അവൻ പ്രാർത്ഥിച്ചത് ഹീറോയിന്റെ കൂടെ ഒരു ദിവസം ഫുള്ള് കളിക്കണം എന്നായിരുന്നു. അങ്ങനെ അവരുടെ രണ്ടുപേരുടെയും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് അവൻ ഒരുപാട് ടൈം കളിക്കുന്നുണ്ട്. കുറെ നേരം കഴിയുമ്പം ഇപ്പൊ നിനക്ക് കുളിക്കണമെന്ന് അച്ഛൻ. അതൊന്നും പറ്റില്ല, എനിക്ക് കുറച്ചു നേരം കൂടെ കളിക്കണമെന്ന് കൊച്ച്. ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി, അതുകൊണ്ട് വീട്ടിൽ പോണെന്ന് ഹീറോയിൻ. അതൊന്നും വേണ്ട, ഇന്ന് ഇവിടെ തന്നെ കടന്നാ മതിയെന്ന് കൊച്ച്. അവന്റെ ബർത്ത്ഡേ അല്ലേ, സമ്മതിച്ചേക്കെന്ന് ഹീറോ. ശരിയെന്ന് അവളും സമ്മതിക്കുന്നുണ്ട്. ഹീറോയും ഹാപ്പി ആയിട്ട് ചിരിച്ചാണ് അത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മൂന്നുപേരും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത്. കൊച്ചു നടുക്ക് കിടന്നിട്ട് ഹീറോയിൻ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. സിൻഡ്രല്ല സ്റ്റോറിയാണ് പറയുന്നത്. സിൻഡ്രല്ല അവരെ വിട്ടുപോയെന്നും കുട്ടികള് പ്രിൻസിന്റെ കൂടെ നന്നായിട്ട് ഹാപ്പി ആയിട്ടാണ് പിന്നെ ജീവിച്ചതെന്നും പറഞ്ഞു തീർക്കുമ്പം അവരുടെ രണ്ടുപേരുടെയും കൈ കൂട്ടി പിടിച്ചിട്ട് അച്ഛാ അമ്മേനെ വിടരുത്, സിൻഡ്രല്ല പോയത് കണക്ക് അമ്മേനെ പോവാൻ വിടരുത്, ചേർത്ത് പിടിച്ചോണേ എന്ന് പറയാണ്. ഇപ്രാവശ്യം അമ്മേനെ എവിടെയും പോകാൻ വിടത്തില്ല എന്ന് ഹീറോയും കൊച്ചിനെ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ കൊച്ചുറങ്ങുന്നുണ്ട്. ഹീറോയിനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും കൈ പിടിച്ചേക്കുന്നത് ക്ലോസപ്പിലൊന്ന് കാണിക്കുന്നു. ഇങ്ങനെയാണ് എപ്പിസോഡ് കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, മമ്മീസ് കൗണ്ടർ അറ്റാക്ക് തേർഡ് എപ്പിസോഡ്. ഹീറോയിൻ മൂന്നുപേരും ഇന്നലെ ഒരുമിച്ചായിരുന്നു കടന്നത്. പക്ഷെ രാവിലെ ഹീറോ എണീറ്റ് നോക്കുമ്പം കുട്ടീനെയും കാണുന്നില്ല, ഹീറോയിനെയും കാണുന്നില്ല. പുറത്ത് നിന്ന് സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അസിസ്റ്റന്റ് വരുന്നത്. ഹീറോയിൻ രാവിലെ തന്നെ പോയിന്നും ഇന്നും ഞാൻ ലീവാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എൻവലപ്പ് ശ്രദ്ധിക്കുന്നത് അതില് കുറച്ച് ഫോട്ടോസ് ആണ്. 5 കൊല്ലം മുന്നേ ഹീറോയിൻ വേറൊരാളുടെ കൂടെ റിലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നായിരുന്നല്ലോ. അപ്പൊ അവന് കുറച്ച് ഫോട്ടോസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് അത് ചെക്ക് ചെയ്ത് നോക്കുന്നത് അത് ഒറിജിനൽ ആയിരുന്നോ അല്ലയോ എന്ന്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് താൻ 5 വർഷം മുന്നേ ചെയ്തിരുന്നത് ഫുള്ള് തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു എന്ന്. വെറുതെ അല്ല ഹീറോയിന് തന്റെ അടുത്ത് ഇത്ര ദേഷ്യമുള്ളത് എന്ന് മനസ്സിലാവുന്നു. ഇതായിരുന്നു സംഭവിച്ചതെന്ന് ഉള്ള കാര്യമൊക്കെ പറഞ്ഞ് ഹീറോയിന്റെ കൂടെ പിന്നെ ഒന്നുകൂടെ ഒന്നിക്കാൻ നോക്കിക്കൂടെയെന്ന് അസിസ്റ്റന്റ് ചോദിക്കുന്നതിന് അതെങ്ങനെയാ നീ അങ്ങനെ പറയുന്നത്? അത്രയും ചെയ്തിട്ട് പെട്ടെന്ന് കുറച്ച് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ശരിയാവോ? അതൊന്നും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ചോദിക്കുന്നത് ഹീറോയിൻ എവിടെയാ പോയത് എന്ന്. ഇന്നൊരു ഷൂട്ട് ഉണ്ട് എന്ന് പറയുന്നു. ഹുവാന്റെ ഔട്ട്ഫിറ്റിന്റെ ഒരു കപ്പിൾ ഫോട്ടോഷൂട്ടാണ് ഉള്ളത്. അതും ആ മെയിൽ മോഡലിന് ഹീറോയിനെ ഭയങ്കര ഇഷ്ടമാണ് താനും. അതും കൂടെ കേൾക്കുമ്പോൾ ഹീറോ തെറിച്ചോടുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നില്ലേന്ന് അസിസ്റ്റന്റ്. വയറിപ്പോഴേ ഫുള്ളായി എന്നും പറഞ്ഞ് ഓടിപ്പിടിച്ച് അവിടെ പോയി നോക്കുമ്പം കപ്പിൾ ഫോട്ടോഷൂട്ട് എന്ന് പറയുമ്പം കുറച്ച് ക്ലോസ് ആയിട്ടാണല്ലോ ഉണ്ടാവുക. ഫോട്ടോഗ്രാഫറും അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നുണ്ട്. ഹീറോ പെട്ടെന്ന് വന്നിട്ട് നിർത്താൻ പറയാണ്. എവിടെന്നാ ഈ മെയിൽ മോഡലിനെയൊക്കെ പിടിച്ചുകൊണ്ട് വന്നത് എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ താൻ വലിയ പ്രൊഫഷണൽ ആണെന്ന് തോന്നുമല്ലോ എന്ന് മോഡലും വിട്ടുകൊടുക്കുന്നില്ല. ഹീറോയിനും ചെറുതായിട്ടൊന്ന് ആക്കി പറയുന്നുണ്ട്. അങ്ങനെ ഡിഗ്നിറ്റി വിട്ടിട്ടുള്ള പരിപാടി ഒന്നും ഇല്ലല്ലോ, പ്രൊഫഷണൽ അല്ല എന്നല്ലേ കാണിച്ചു തരാന്നും പറഞ്ഞ് ഹീറോയിനെ പിടിച്ച് പോസ് കൊടുക്കുന്നു. ആ ചെറുക്കനെ മാറി നിന്ന് നോക്കുന്നുണ്ട്. ഇവര് പോസ് കൊടുക്കുകയെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ കിടന്ന് ടോമാഞ്ചേരി കണക്ക് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കാണാൻ അതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഫോട്ടോഗ്രാഫർ സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഹീറോ ആണെങ്കിൽ അവളെ പ്രൊവോക്ക് ചെയ്ത് ധൈര്യം ഉണ്ടെ കിസ് ചെയ്യുന്ന പറഞ്ഞ് ഒരു കിസ് ഒപ്പിക്കുന്നുണ്ട്. അവളെ തന്നെയാണ് കിസ് ചെയ്യുന്നത്. ഹീറോയും അതിൽ മതിമറന്ന് നിൽക്കുമ്പം മോഡൽ വന്നിട്ട് അഡ്വാൻറ്റേജ് എടുക്കാൻ നോക്കുന്നു എന്നും പറഞ്ഞ് നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ജിയാങ്ങിനോട് പറഞ്ഞ് നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുപിടിപ്പിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ഒന്നും പറയുന്നില്ല. അപ്പോഴാണ് ഇങ്ങോട്ടേക്ക് ഫുഡും കൊണ്ടുവരുന്നത്. അവരെ ഹീറോയുടെ പേര് വിളിക്കുമ്പോഴാണ് ആ ചെറുക്കന് മനസ്സിലാവുന്നത് ഹീറോ ആണ്
ജിയാങ് ഗ്രൂപ്പിന്റെ സിഇഒ എന്ന്. ഇവൻ ശരിയാവത്തില്ല, ഉള്ള എല്ലാ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്യാൻ ഹീറോ. സോറി സാർ, അറിയാതെ പറ്റിപ്പോയതാണെന്ന് ആ ചെറുക്കൻ. അവരൊക്കെ അവിടുന്ന് പോയതിനു ശേഷം ഹീറോ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിച്ചാലോ എന്ന്. നമ്മളൊക്കെ അതിന് മാത്രം വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ എന്ന് ഹീറോയിൻ ഒരുമാതിരി അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടുത്തെ ലൈറ്റ് മാൻ ലൈറ്റ് പിടിച്ച് തള്ളിവിടുന്നത്. അത് കണ്ടതും അവളെ രക്ഷിക്കാൻ വന്ന് രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവൻ അവസാനം ഇൻജേർഡായിട്ട് ഹോസ്പിറ്റലിൽ ഇരിക്കുകയാണ്. ചികിത്സിക്കുകയൊക്കെ ചെയ്തിട്ട് കുറച്ച് പെയിൻ ഉണ്ടാവും, അത് സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറയാണ്. വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലേന്ന് ഹീറോയിൻ. ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ. ഹീറോ ആണെങ്കിൽ ഒരുമാതിരി പാവമായിട്ട് പറയുന്ന കണക്ക് സാരമില്ല, അത് ഞാൻ സഹിച്ചോളാം എന്ന് പറയാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഹീറോയെ നന്നായിട്ട് നോക്കിക്കോണേന്ന് അസിസ്റ്റന്റിന്റെ അടുത്ത് ഹീറോയിൻ പറയാൻ നോക്കുമ്പോഴേക്കും നിങ്ങൾ കാരണമാണ് ഹീറോയ്ക്ക് ഇങ്ങനെയൊക്കെ പറ്റിയത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കിയേ പറ്റൂ, എനിക്ക് ഓഫീസിൽ കുറച്ച് വർക്കും ഉണ്ട് എന്ന് പറഞ്ഞ് ഹീറോയിനെ നൈസായിട്ട് അവിടെ നിർത്തി അസിസ്റ്റന്റ് പോകുന്നുണ്ട്. നമ്മുടെ അസിസ്റ്റന്റിന്റെ പേര് ജെറി എന്നാണ്. ഹീറോയിൻ അവൻ പോകുന്ന നോക്കിയിരിക്കുമ്പം അയ്യോ വേദന എടുക്കുന്നേന്ന് ഹീറോ. അവള് പേടിച്ചു പോയി നോക്കുമ്പം സാരമില്ല, ഞാൻ ആ വേദന സഹിച്ചോളാതെ ഹീറോ, ഞാൻ ഡോക്ടറെ വിളിച്ചിട്ടിരാന്നും പറഞ്ഞ് അവള് പോവാൻ നിൽക്കുമ്പം അതൊട്ട് വിടുന്നുമില്ല, കയ്യിൽ പിടിച്ച് വെച്ചിരിക്കുകയാണ്. വേദന സഹിച്ചോളാന്നല്ലേ പറഞ്ഞത്, അപ്പൊ പിന്നെ ഇവിടെ തന്നെ അങ്ങ് നിന്നോന്നും പറഞ്ഞ് അവൾ അവിടുന്ന് പോവാണ്. അപ്പൊ എന്നെ ആര് നോക്കുന്നു ചോദിക്കുമ്പം നോക്കണമെന്നുള്ളവര് നോക്കിക്കോളെന്നും പറഞ്ഞ് അവളൊരു പോക്ക് പോകുന്നുണ്ട്. ഷെടാ, പ്ലാൻ ചെയ്തൊക്കെ വേസ്റ്റ് ആയി പോയല്ലോ എന്നുള്ളൊരു ധർമ്മസങ്കടത്തിലാണ് ഹീറോ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം നേരെ ഓപ്പോസിറ്റ് ഉണ്ട് ഹീറോയിൻ മെയ്ഡായിട്ട് വന്ന് നിൽക്കുന്നു. അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. 32 പല്ലും കാണിച്ച് വിളിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹീറോയിൻ മെയ്ഡായിട്ടാണ് വന്നത്, അതുകൊണ്ട് എക്സ്പ്രഷൻ കാണിക്കാൻ പാടില്ല. വാ നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാന്ന് ഹീറോ. നമ്മൾ മാത്രമോ, പിന്നല്ലാതെ വേറെ ആരാ എന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോയിൻ അപ്പുറത്തേക്ക് നോക്കുന്നത്. നോക്കുമ്പം ആരവിടെ ഉണ്ട്. കുട്ടിക്കുരിപ്പ് സമ്മതിക്കൂല എന്നുള്ളൊരു എക്സ്പ്രഷനും ഇട്ട് ഹീറോ നിൽക്കുമ്പോഴാണ് ഹീറോയിൻ പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ ശരിക്കും വാർഡിലിരുന്ന് റെസ്റ്റ് എടുക്കുവാണ് വേണ്ടത് എന്ന്. അതിനെൻ്റെ കൈക്കാണ് പ്രശ്നം, കാലിനല്ല, അതുകൊണ്ട് നടക്കുന്നതിനൊരു കുഴപ്പമില്ലെന്ന് ഹീറോ. എന്നിട്ട് അവളുടെ അടുത്ത് അവനെ പിടിക്കാൻ പറയുവാണ്. അതിൻ്റെ കാര്യം എന്താ, നിങ്ങൾക്ക് കൈക്ക് മാത്രമല്ലേ ഉള്ളൂ പ്രശ്നം, കാലിനില്ലല്ലോ, അങ്ങ് നടന്നോന്നും പറഞ്ഞ് അവള് കൊച്ചിനെയും കൂട്ടി പോകുന്നുണ്ട്. അവന് ദേഷ്യമൊക്കെ വരുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാനില്ലല്ലോ. കഴിക്കാൻ പോയിട്ട് ഹീറോ ഒരുമാതിരി അവൻ്റെ 2 കൈ ഒടിഞ്ഞിരിക്കുകയാണെന്നുള്ള രീതിക്കാണ് അവിടെ കിടന്ന് കോപ്രായം കാണിക്കുന്നത്. ചെക്കൻ്റെ ഇടത്തേ കൈക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, സാധാരണയായിട്ട് നമ്മൾ വലത്തേ കൈ കൊണ്ടാണല്ലോ തിന്നുക. എന്നിട്ട് അജാതി കോപ്രായം കാണിക്കുന്ന കണ്ടിട്ട് ഹീറോയിൻ ഇതേ കാര്യം ചോദിക്കുമ്പം ഇടത്തേ കൈ കൊണ്ടാണ് ആ ഇരുമ്പ് ഞാൻ തടഞ്ഞത്, പക്ഷെ വലത്തേ കൈ കൊണ്ട് യൂൺഷിനെ പ്രൊട്ടക്ട് ചെയ്ത് അവക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി പിടിച്ചായിരുന്നു. അങ്ങനെ അതും എനിക്ക് ഭയങ്കര വേദനയാണ്, അവള് ഭയങ്കര ഹെവി ആണെന്ന് പറയാണ്. തന്നെയാണ് പറയുന്നത് എന്ന് ഹീറോയിന് അറിയാം, എന്തിനാണ് പറയുന്നത് എന്ന് ഹീറോയ്ക്കും അറിയാം. വിചാരിച്ച പോലെ തന്നെ അവള് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് മുറിച്ച് കൊടുക്കുന്നതാണെങ്കിൽ നല്ല വലിയൊരു കഷ്ണം അതെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ അവനെ കൊണ്ടോട്ട് ചവയ്ക്കാനും പറ്റുന്നില്ല, ഇറക്കാനും പറ്റുന്നില്ല. ഇത് കണ്ടിട്ട് കൊച്ചവിടെ ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നു. അത് തുപ്പിയിട്ട് കുറച്ച് ചെറുതായിട്ട് മുറിച്ചതാന്ന് ഹീറോ. അവളെ ചെവി ഏക്കാത്തണക്ക് കൊച്ചിനെ ചെറുതാക്കി മുറിച്ച് അവന്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അടവൊന്നും ഏക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പം ഹീറോ തന്നെ അവന്റെ ഫുഡ് മുറിച്ച് തിന്നുന്നുണ്ട്. കൊച്ചിനെ ജെറി ഒന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഹീറോയിനാണ് ഹോസ്പിറ്റലിലെ റൂമിലുള്ളത്. ഹീറോ സീരിയസ് ആയിട്ട് ലാപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങോട്ടേക്ക് വരുന്ന ഹീറോയിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ പോവാണെന്ന് പറയുന്നു. അവളങ്ങനെ വിടാൻ മനസ്സിലല്ലോ. കുറച്ച് ടൈപ്പ് ചെയ്തിരാൻ പറയുന്നതിന് നേരത്തെ ചോപ്സ്റ്റിക്ക് പിടിക്കാൻ വയ്യ, ഇപ്പൊ ടൈപ്പ് ചെയ്യാനും വയ്യാണ്ടായോ, എന്നാലും എനിക്ക് വയ്യ എന്നുള്ള രീതിക്ക് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അത് കണ്ടതും ചെക്കൻ എന്തോ പ്രാരാബ്ദമുള്ള കണക്ക് പുലമ്പാൻ തുടങ്ങുവാണ്. ദൈവമേ, എന്റെ ഗതി നോക്ക്, ഈ വയ്യാത്ത കയ്യും വെച്ച് രാത്രി മൊത്തം ഉറക്കം ഒളച്ച് വേണം ഞാൻ ഈ പണിയെടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്താല് റെസ്റ്റ് ഉണ്ടാവില്ല, റെസ്റ്റ് ഇല്ലെങ്കിൽ എന്റെ കയ്യ് ശരിയാവത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പുലമ്പുമ്പം ശരി എന്നും പറഞ്ഞ് അവള് തന്നെ വന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ചെറുക്കൻ വെറുതെ വന്നിരുന്ന് അവളെ വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശ്രദ്ധിച്ച് അവള് നോക്കുന്ന സമയത്താണ് കറക്റ്റ് ഡോക്ടർ വരുന്നത്. ഡോക്ടർ എന്തോ സെൻസ് ചെയ്ത കണക്ക് ഹീറോയ്ക്ക് നാളെ സർജറി ഉണ്ട്, അതുകൊണ്ട് ഒരുപാട് എനർജി ഒന്നും യൂസ് ചെയ്യരുത് എന്ന് പറയാണ്. പുള്ളി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഹീറോയിനെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഡോക്ടർ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും കുറച്ച് എനർജി സേവ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞ് ഡോക്ടറെ വന്ന് പോവാൻ നിൽക്കുവാണ്. എനിക്ക് നല്ല എനർജി ഉണ്ട് എന്ന് ഹീറോ. അതും കൂടി ആകുമ്പോൾ ഡോക്ടറെ കുറച്ചുകൂടെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് അത്യാവശ്യം നന്നായിട്ട് എന്നെ കൈക്ക് അടി പറ്റിയിട്ടുണ്ട്, അപ്പോൾ ചെറുതായിട്ടൊരു സർജറി നടത്തണം. അതുവരെ പെയിൻ ഉണ്ടാവും, അത് സഹിച്ചേ പറ്റുള്ളൂ എന്നായിരുന്നു ഡോക്ടർ നേരത്തെ പറഞ്ഞത്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇംപ്രസീവ് എന്നും പറഞ്ഞ് ഡോക്ടർ അവിടുന്ന് പോകുമ്പം ഹീറോയിൻ ഡോക്ടറെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകാൻ നോക്കുന്നു. ഹീറോ ആണെങ്കിൽ അവളെ പിടിച്ചു നിർത്തുവാണ്. പിടിച്ചു വലിച്ച് അടുത്തേക്ക് നിർത്തിയിട്ട് വിടുന്നില്ല. എൻ്റെ വർക്ക് തീർത്ത് കൊടുത്തിട്ട് പോകാൻ പറയാണ്. അതിൻ്റെ പേരിൽ വടംവലി എടുത്തുമ്പം അവൻ്റെ കൈ താങ്ങുന്നുണ്ട്, നല്ല വേദന. അതവളെ പേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയുടെ അമ്മ വരുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷോക്കായി പോകുന്നുണ്ട്. പിന്നെ ഹീറോനെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയിട്ട്
ഹീറോയിനെ എത്രയും പെട്ടെന്ന് ഫയർ ചെയ്യണം. എന്ത് പരിപാടിയാ പെണ്ണ് കാണിക്കുന്നത്? നിന്നെ സെഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇതൊക്കെ യൂൻമി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വേദനിക്കും എന്നൊക്കെ പറയുമ്പം ഹീറോ ചോദിക്കുന്നത് ആ ഒരു ആക്സിഡന്റ് ശരിക്കും ആക്സിഡന്റ് തന്നെ ആയിരുന്നോ എന്നാണ്. തീർച്ചയായിട്ടും അതൊരു ആക്സിഡന്റ് ആണെന്നാണ് അമ്മ പറയുന്നത്. പക്ഷെ ഹീറോയ്ക്ക് ഓൾറെഡി അറിയാം അമ്മയാണ് ഇതിന്റെ പിന്നിലെന്ന്. അമ്മ പറഞ്ഞിട്ടാണ് ആ ഒരാളെ ലൈറ്റ് ഹീറോയിന്റെ മേലേക്ക് തള്ളിവിട്ടത്. എല്ലാം മനസ്സിലായിട്ടും തെറ്റ് മാത്രം അംഗീകരിക്കുന്നില്ല. അതൊക്കെ ഹീറോയുടെ നല്ലതിന് വേണ്ടി ചെയ്തതാണെന്നാണ് പറയുന്നത്. പണ്ട് നീ ആ വഴിതെറ്റി ഉണ്ടായ പെണ്ണിന്റെ പുറകില് അത്രത്തോളം ഒബ്സസ്ഡ് ആയിരുന്നു. ഇപ്പോഴും അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാ ചെയ്തത്. അവളുടെ പുറകെ പോയാല് നിനക്കാണ് പണി കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. നോക്കമ്മ, ഇപ്പോഴും അവൾ എൻ്റെ ഭാര്യയാണ്. അവൾക്ക് പണിഷ്മെന്റ് കൊടുക്കണമെങ്കിൽ പോലും അത് ഞാനാണ് കൊടുക്കേണ്ടത്. ഒരാളെയും അവളെ തൊടാൻ പോലും ഞാൻ സമ്മതിക്കത്തില്ല. ഓർത്ത് വെച്ചോ, അമ്മ ഇനി മുതൽ കമ്പനിയിലേക്ക് വരാൻ പാടില്ല. ഇനി അഥവാ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അമ്മയായിട്ട് കാണുന്നില്ല എന്ന് എൻ്റെ അടുത്ത് പരാതി പറയാൻ വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഹീറോ അവിടുന്ന് പോകുന്നത്. ഹീറോയിൻ റൂമിലേക്ക് വരുന്ന സമയത്ത് ഹീറോ ബാത്റൂമിലാണുള്ളത്. അകത്തേക്ക് വന്ന് സിബ് തുറന്ന എനിക്ക് 3 ഒഴിക്കണം എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഞാൻ വന്ന് പാൻറ്റൂരി തരണമെന്ന് അവൾ ഭയങ്കര നാണിച്ചു നിൽക്കുമ്പം എടേ സമയമില്ല, പെട്ടെന്ന് ഒന്ന് ചെയ്യെന്ന് ഹീറോ. അവന്റെ മറ്റേ കയ്യിൽ അത് പിടിക്കണം. ഒരു കയ്യിൽ സുഖമില്ല, അതുകൊണ്ട് അവനെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ലാന്ന്. എന്നാ പിന്നെ അത് അവളുടെ അടുത്ത് കൊടുക്കുകയല്ലേ വേണ്ടത്. അതില്ല, അവള് പാൻറ് അഴിച്ചു കൊടുക്കണം. കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെ അഴിച്ചു കൊടുത്ത് പുറത്ത് വന്ന് നിൽക്കുമ്പം അത് തിരിച്ചിട്ടാന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കുന്നു. അങ്ങനെ പിറ്റേന്ന് ഹീറോയ്ക്ക് സർജറി നടക്കുന്നുണ്ട്. അമ്മയും യൂൻമിയാണ് അവിടെ ഉള്ളത്. ആ സമയത്ത് ആ വിഷം അമ്മേന്റെ അടുത്ത് പറയുന്നത് ഹീറോയിൻ കാരനാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഹീറോയ്ക്ക് ഒന്നും നടക്കത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് രാജവെമ്പാലൊക്കെ വിഷം വെക്കാൻ നോക്കുകയാണ്. ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ വരുന്നുണ്ട്. ഹീറോ ഓക്കെ ആണെന്ന് പറഞ്ഞ് അവരകത്തേക്ക് പോകുമ്പം ഹീറോയിൻ അവിടുന്ന് മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു നഴ്സിനെ തട്ടി അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബട്ടർഫ്ലൈന്റെ ബ്രൂച്ച് താഴെ വീഴുന്നു. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയെ ചികിത്സിച്ച ഡോക്ടർ വരുന്നത്. ഹീറോയിനെ കണ്ടത് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്നൊന്ന് പേടിച്ചു പോകുന്നുണ്ട്. എന്നാലും ഹീറോയ്ക്ക് എങ്ങനെയുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഹീറോ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസമായിട്ട് നിങ്ങൾ ബിസിയാണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ രാത്രിയും പകലും ഫുള്ളായിട്ട് ഹൗസ് കീപ്പറാണ് ഹീറോയെ നോക്കിയത്. കണ്ടിച്ച് അതത്ര നല്ല റിലേഷനായിട്ട് തോന്നുന്നില്ല. ഒന്ന് ശ്രദ്ധിച്ചേക്ക്. ഒന്നുമില്ലേലും ഇത്രയും ക്യൂട്ടായിട്ടുള്ള മോനെയൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് എൻ്റെ മോനാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? അതെന്തുകൊണ്ടാണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പം എങ്ങനെ തോന്നാതിരിക്കും? അവൻ്റെ കണ്ണ്, കവള്, എന്തിന് ചിരി അടക്കം നിന്നെ പോലെ തന്നെയാണുള്ളത്. ആർക്കും മനസ്സിലാവില്ലേ എന്ന് ഡോക്ടർ. അവളാണ് ആകെപ്പാടെ കൺഫ്യൂസ് ആയി പോകുന്നത്. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റി യൂൻഷിയായിട്ട് തന്നെ ഹീറോയുടെ അടുത്ത് പോകുന്നുണ്ട്. അപ്പൊ ഹീറോ ഉറങ്ങുവാണ്. ഉറങ്ങി കിടക്കുന്ന അവൻ്റെ അടുത്താണ് ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് പറയുന്നത്. അപ്പൊ നോക്കുമ്പോ അവൻ്റെ ഫോൺ അവിടെ ഇരിക്കുന്നുണ്ട്. അതെടുത്ത് ഓപ്പൺ ആക്കി നോക്കുമ്പം ഇവര് തമ്മിൽ ഒരുമിച്ചെടുത്ത ഫോട്ടോസ് ഒക്കെയാണ് ഉള്ളത്. യൂൻമി ആയിട്ടുള്ള ചാറ്റ് എടുത്ത് നോക്കുമ്പം ഹീറോയിൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് യൂൻമിയെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേണ്ടെന്ന് ഹീറോ മുഖത്തടിച്ച് കണക്ക് പറയുന്നുണ്ട്. പിന്നെ അവളൊരു നാണമില്ലാതെ ജീവിതത്തിലും വർക്കിലും ഹെൽപ്പ് ചെയ്യാന്ന് പറയുമ്പം എൻ്റെ വൈഫിന്റെ ഷൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെ വേണമായിരുന്നു. ഒരു കാര്യം ചെയ്യ്, നീ വന്നത് പിടിച്ചോളാൻ പറയാണ്. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോ പിന്നെ പറയുന്നത് ഹീറോയിന്റെ ചെരുപ്പ് പിടിക്കാൻ പോലും ഈ യൂൻമി ക്വാളിഫൈഡ് അല്ല എന്നാണ്. അതുകൊണ്ട് ഹീറോയിന് ഒരുമാതിരി കുളുകുളുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് അവൾ ആലോചിക്കുന്നത് ഫ്രണ്ട് തന്നെ കാണിച്ച ചാറ്റ് ഇതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നല്ലോ എന്ന്. അല്ലേ തന്നെ ഈ പെണ്ണിന് കുറച്ചെങ്കിലും ബുദ്ധിയുണ്ട്. ഹീറോ ഒരിക്കൽ പോലും ഒരു ടൈം ഒറ്റൊരു സെക്കൻഡ് പോലും യൂൻമീൻ്റെ അടുത്ത് നന്നായിട്ട് സംസാരിക്കുകയോ നന്നായിട്ടൊന്ന് നോക്കുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ചെറുക്കൻ യൂൻമീൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യുന്ന പറയുമ്പം ഇവൾ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോഴെങ്കിലും ബോധം വന്നിട്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അവൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പം നീ എന്നെ തന്നെ സംശയിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ശരിയാണ്, എനിക്ക് ജിയാങ്ങിൻ്റെ അടുത്ത് ദേഷ്യമൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെ ഫോൾസ് ആയിട്ടുള്ള ഒരു കാര്യമൊന്നും എനിക്ക് കാണിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നിനക്ക് അത്രയ്ക്ക് സംശയമാണെങ്കിൽ ഇതാ നീ തന്നെ നോക്കിക്കോ എന്ന് പറഞ്ഞ് ലാപ്പ് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതിൽ വൈറസ് കയറിയിട്ടുണ്ട് എന്ന്. അപ്പം നമ്മളെ ആരോ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കൺക്ലൂഷനിലേക്കാണ് എത്തുന്നത്. ആ ഒരു ബട്ടർഫ്ലൈ ബ്രൂച്ച് എടുത്ത് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു പേഴ്സണെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആള് പറഞ്ഞ സ്ഥലത്തെത്തി നോക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും ആ ഒരു പേഴ്സണെ കാണുന്നില്ല. എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പറ്റത്തില്ല, പക്ഷെ ആ ബ്രൂച്ച് അവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പം എനിക്ക് നിങ്ങളെ കാണണമെന്നും പറഞ്ഞ് ഹീറോയിന് മെസ്സേജ് അയക്കുന്നുണ്ട്. മമ്മാസ് ബോയ് എന്ന് പറയുന്ന ഒരു ഐഡിയിൽ നിന്നാണ് ഹീറോയിന് ഈ ഒരു മെസ്സേജ് ഒക്കെ വരുന്നത്. പക്ഷെ അത് ആരാണെന്ന് ഒരു പിടുത്തവുമില്ല. ആളാണെങ്കിൽ മുന്നോട്ട് വരത്തേ ഇല്ല. അപ്പൊ അവൾക്ക് ആളുടെ മേലെ ഭയങ്കര സംശയമുണ്ട്. പക്ഷെ അത് വേറെ ആരുമല്ല, നമ്മുടെ ക്യൂട്ട് ബോയ് ആണ്. അവളെ കുറച്ച് മാറി മറിഞ്ഞു നിന്നിട്ട് അമ്മേനെ നോക്കിയിട്ടാണ് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ ഐഡന്റിറ്റി സീക്രട്ട് ആണ്, അതുകൊണ്ട് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ആൻ മെസ്സേജ് അയക്കുന്നതും കൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് ക്യൂട്ടായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആനിൻ്റെ അടുത്തേക്ക് ഹീറോ വരുന്നുണ്ട്.
ഹീറോ ആണ് അവനെ കളിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബ്രൂച്ച് മേടിച്ചു കൊടുത്തത്. പക്ഷെ ഇവനാണ് ഈ ഒരു പണിയൊക്കെ ചെയ്തത്. എന്നാൽ പോലും ഹീറോയ്ക്ക് അവൻ്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല. ഭാര്യയായിട്ട് ഒന്നിക്കാൻ വേണ്ടിയിട്ട് മോനാണല്ലോ ഇത്രയും ഹെൽപ്പ് ചെയ്തത്. അത് മാത്രമല്ല ഈ ബ്രൂച്ച് പോലെ തന്നെ ഒരു സ്പെക്സും ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ലോഞ്ച് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഈ ഒരു സ്പെക്സ് വെച്ചിട്ട് ആരാ ഒരു ബട്ടർഫ്ലൈ ബ്രൂച്ച് ഇട്ടാൽ പോലും അവരുടെ റിയൽ ഫേസ് മാത്രമേ നമുക്ക് കാണുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണമല്ലോ. അതേ കണക്ക് ഹീറോയിൻ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയും സ്പെക്സ് വെച്ച് അവിടെ ഇരുന്ന് ഹീറോയിനെ നോക്കുന്നുണ്ട്. ഇപ്പൊ അവളായിട്ട് തന്നെയാണല്ലോ കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ സന്തോഷം. അങ്ങനെ വായി നോക്കിക്കൊണ്ടിരിക്കുമ്പം ഹീറോയിന്റെ തലയിൽ പല പല ചിന്തകളാണ്. മമ്മാസ് ബോയ് ആരാണെന്നറിയില്ല, താനുമായിട്ട് എങ്ങനെ റിലേറ്റഡ് ആവുന്നതെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ DNA എടുക്കണമെങ്കിൽ ആനിൻ്റെ മുടിയോ വല്ലതും വേണം. അതിനെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് ചിന്തിച്ച് തിരിഞ്ഞു നോക്കുമ്പം ഹീറോന്റെ ഇവളെ നോക്കിയിരിക്കുന്നു. ഇവള് നോക്കുന്ന കാണുമ്പോൾ മര്യാദയ്ക്ക് തിരിഞ്ഞിരിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുന്നതിന് ഒന്നുമില്ല, ഈ ഡ്രസ്സ് നിനക്ക് ചേരുന്നില്ല എന്ന് പറയാണ്. ഇത് നിങ്ങൾ തന്നെ തന്ന ഡ്രസ്സാണെന്ന് ഹീറോയിൻ. എന്തായാലും കൊള്ളത്തില്ല, മാറ്റിയേക്കാന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. അടുത്ത സീനിൽ ഹീറോയിൻ അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. ഹീറോയിൻ നല്ല നൈസായിട്ടാണ് ഒരുങ്ങി വന്നേക്കുന്നത്. അവള് പെട്ടെന്ന് അവന്റെ മുടി നരച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് ഞാൻ തന്നെ എടുക്കാന്നും പറഞ്ഞ് കാട് പറിക്കുന്ന കണക്കാണ് മുടി പിച്ചി പിച്ചി എടുക്കുന്നത്. അവക്ക് വേദനയില്ലേലും അവന് വേദനയുണ്ടല്ലോ. കയ്യിൽ പിടിച്ച് എന്തിനാ ഇങ്ങനെ പിടിച്ച് വലിക്കുന്നതെന്ന് ചോദിക്കുമ്പം ഒന്നുകൂടെ എന്ന് പറഞ്ഞ് പിന്നെ ഒന്ന് വലിച്ചെടുക്കുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിൽ അപ്പോഴാണ് ഒന്ന് സമാധാനമാവുന്നത്, ഉള്ള നരച്ച മുടിയൊക്കെ പോയെന്ന്. പക്ഷെ അവളെടുത്തത് DNA ടെസ്റ്റിന് കൊടുക്കാൻ വേണ്ടിയിട്ടും. കൊച്ചിനെ കഥ പറഞ്ഞ് ഉറക്കുന്നുണ്ട്. ആ സമയത്താണ് ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് കോൾ ചെയ്യുന്നത്. ആനും ഹീറോയും ബ്ലഡ് റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഹീറോയിൻ്റെ കാര്യത്തിൽ അറിയില്ല എന്ന് പറയുന്നു. അതിന് കുറച്ചും കൂടെ ദിവസം എടുക്കുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് നേരിട്ട് കണ്ടാലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അവളെ നേരിട്ട് കാണാൻ വിളിക്കുന്നുണ്ട്. അവൻ ആ വൈറസ് നോക്കുന്നതിനിടയ്ക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് ഒരു ഹിഡൻ ഫോൾഡറെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ ഇവള് പണ്ട് ഡിസൈൻ ചെയ്ത ആ ഒരു ഡിസൈൻസിന്റെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. ഇത് തന്നെ ഒരു വലിയ എവിഡൻസ് ആണ്. ഇവിടെ ഹീറോയ്ക്കൊരു പ്രശ്നം, 2 വർഷമായിട്ട് അവന്റെ ജിയാങ് ഫാഷൻ അത്ര നന്നായിട്ടല്ല പെർഫോം ചെയ്യുന്നത്. ഈവൻ ഇവരുടെ ജിയാങ് ഗ്രൂപ്പിൽ നിന്ന് 20% എടുത്തെടുത്താണ് ചെലവാക്കുന്നതും. ഭയങ്കരമായിട്ടുള്ളൊരു നഷ്ടമാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അതിൽ കൂടുതൽ ബെയർ ചെയ്യാനുള്ള താല്പര്യമില്ല. അതുകൊണ്ട് ജിയാങ് ഫാഷൻ ഗിവപ്പ് ചെയ്യണമെന്നും നിർത്താൻ പോവാണെന്നുള്ളൊരു തീരുമാനത്തിലാണ് നിൽക്കുന്നത്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഹീറോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇന്റർനാഷണൽ ഫേമസ് ആയിട്ടുള്ള ഡിസൈനർ നാഞ്ച് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് വിശ്വാസമൊന്നുമില്ല. എല്ലാവരും അവനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവനെ സംബന്ധിച്ച് ആ ഒരു ജിയാൻ ഫാഷൻ എന്ന് പറയുന്നത് ഹീറോയിൻ്റെയും ഹീറോയുടെയും മെമ്മറിയാണ്. അവളുടെ ഡ്രീമാണ് ഇവരുടെ പേരിൽ ഒരു പുതിയ ബ്രാൻഡ് ഉണ്ടാക്കാന്നുള്ളത്. അതാണ് ജിയാങ് ഫാഷൻ. ഇപ്പം അത് തന്നെ പോവാന്ന് പറയുമ്പം ഹീറോയ്ക്ക് അത്രത്തോളം ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. അവളെ എല്ലാവർക്കും മോഡലായിട്ടും യൂൺഷായിട്ടും മാത്രമേ അറിയുള്ളൂ. താനാണ് നാൻജി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല. ചെക്ക് ചെയ്തതിന് ശേഷം ഹീറോയിൻ പറയുന്നുണ്ട് ഓൾറെഡി അവള് കോൺട്രാക്ട് സൈൻ ചെയ്തു, ഇനി മുതൽ അവളുടെ ഡിസൈൻസ് ആണ് ഉണ്ടാവാന്ന്. പിന്നെ അവർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അങ്ങനെ ഹീറോയെ ഇപ്രാവശ്യം രക്ഷിച്ചത് ഹീറോയിനാണ്. ഹീറോയിനും പണ്ട് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന സ്ഥലത്ത് വന്നിരുന്ന് ഹീറോയിൻ ഒരുമാതിരി വിഷമിച്ചിരിക്കുമ്പം അങ്ങോട്ടേക്ക് ഹീറോയും വരുന്നുണ്ട്. നീ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന വിചാരിച്ചില്ല, താങ്ക് യൂന്ന് ഹീറോ. നീയും ഇതൊരുപാട് പിടിച്ചു വെച്ചു എന്ന് ഹീറോയിനും. നമ്മുടെ തീം എന്തായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പം തീർച്ചയായിട്ടും ഉണ്ട്. കംഫർട്ടബിൾ ആയിട്ടും ഫ്രീ ആയിട്ടും ആകാശത്തിലെ മേഘത്തിനെ പോലെയും പക്ഷികളെ പോലെയും ഉണ്ടാവുന്ന അത്രയും ഫ്രീ ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് മേക്ക് ചെയ്യലാണെന്ന് ഹീറോ. അവനതിപ്പോഴും ഓർമ്മയുണ്ട് എന്ന് ആലോചിക്കുമ്പം അവൾക്ക് കൂടുതൽ ഹാപ്പി ആവുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് ഹീറോ. അവിടെ അമ്മായിമ്മ ദേഷ്യത്തില് തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോ താൻ പറയുന്നത് കേൾക്കുന്നില്ല എന്നുള്ള ഫ്രസ്ട്രേഷനാണ് അമ്മയ്ക്ക്. അതിൻ്റെ ഇടയ്ക്ക് യൂൻമി എരിയുന്ന തീയില് നന്നായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് അമ്മായിമ്മ പറയുന്നത് അവളുടെ അടുത്ത് ഹീറോയുടെ കൂടെ പോയി താമസിക്കാൻ. പറയേണ്ട താമസം പെട്ടിയും കടക്കി എടുത്ത് വരുന്നുണ്ട്. നീ ഇതെന്തിനാ ഇതൊക്കെ കൊണ്ടുവന്നേന്ന് ചോദിക്കുമ്പം ഇവിടെ താമസിക്കാനാണ്, നിങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഒരുമാതിരി കൊഞ്ഞു പറയുന്നുണ്ട്. ഹീറോയിൻ അവന് ഫുഡ് കൊടുത്തിട്ട് തിരിച്ചു പോകാൻ നിൽക്കുമായിരുന്നു. അവളുടെ അടുത്ത് നിൽക്കാൻ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് പറയാണ്. അത് അവക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഹീറോ കൈൻഡാണ്, അതുകൊണ്ട് നിന്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സർവൻ്റ് ആയിട്ടുള്ള നീ അങ്ങ് കയറി ഇരിക്കുകയാണോ ചെയ്യാന്നും പറഞ്ഞ് യൂൻമി ദേഷ്യപ്പെടുന്നുണ്ട്. ഇരിക്കാൻ വന്ന അവളും മടിച്ചു നിൽക്കുവാണ്. യൂൻമി പറഞ്ഞത് കേട്ടില്ലേ, നീ വന്നിരിക്കുക, ഇല്ലെങ്കിൽ അവക്ക് വിഷമാവെന്നും പറഞ്ഞ് അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഇത്രയും അടുത്ത് പോരാന്നും പറഞ്ഞ് കസാര പിന്നെയും തൻ്റെ അടുത്തേക്ക് വലിച്ചിരുത്തി ഫുഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. അതും മുറിച്ച് കഷ്ണങ്ങളായിട്ട് എടുത്തു കൊടുക്കുന്നു. അതും ഭയങ്കര ശ്രദ്ധയോടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട്. ഇതൊക്കെ കാണുന്ന യൂൻമിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഹീറോയിൻ്റെയും നാൻജിൻ്റെയും കാര്യം പറഞ്ഞിട്ട് അവർ രണ്ടും ഒന്നാന്ന് കേട്ടല്ലോ, ഉറപ്പായിട്ട് അവളെ വിശ്വസിക്കാൻ പാടില്ല.
തീർച്ചയായിട്ടും വേറൊരാളുടെ വർക്കായിരിക്കും മോഷ്ടിച്ചിട്ട് വന്നത് എന്ന് പറയാണ്. നിനക്കെന്താ എൻ്റെ തീരുമാനത്തിൻ്റെ വല്ല വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ പറയുന്നത്? എന്തു തന്നെയായാലും ഇപ്പം എനിക്ക് കുറച്ച് സമാധാനത്തോടെ തിന്നണം എന്ന് പറഞ്ഞ് വായടപ്പിച്ച് ആ ഫുഡ് എടുത്ത് ഹീറോയിനെ വെച്ച് കൊടുക്കുവാണ്. ഹീറോയിൻ ജിയാങ്ങിനെ കിടക്കാനുള്ള ബെഡൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോ പാതി ഡ്രസ്സ് വിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പെണ്ണുങ്ങളുള്ള സ്ഥലത്ത് ഇങ്ങനെ പാതി ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണോ വരുന്നത് എന്ന് ഹീറോയിൻ ചോദിക്കുമ്പം ഇതെൻ്റെ വീടാണ്, എനിക്ക് തോന്നുന്നത് ചെയ്യുന്നത് ഹീറോ. ശരി, എൻ്റെ വർക്ക് കഴിഞ്ഞു എന്നും പറഞ്ഞ് അവൾ പോകാൻ നിൽക്കുമ്പോൾ അവളെ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ബെഡിലേക്ക് വീഴുന്നേം കാണിച്ചാണ് ഈ ഒരു എപ്പിസോഡ് കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, മമ്മീസ് കൗണ്ടർ അറ്റാക്ക് 4th എപ്പിസോഡ്. ഹീറോയിൻ റൂമിൽ നിന്ന് പോകുന്നാണ്ട് ഹീറോ പിടിച്ചു വലിക്കുന്നതും രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് ബെഡിലേക്ക് വീഴുന്നത്. കറക്റ്റ് സമയത്ത് അങ്ങോട്ടേക്ക് ജിയാങ്ങിനെ അന്വേഷിച്ച് യൂൻമി വരുന്നുണ്ട്. പെട്ടെന്ന് അവളോട് കട്ടിലേക്ക് കയറി കിടക്കാൻ പറയുന്നു. യൂൻമി കാണരുത് എന്ന്. യൂൻമി കൊഞ്ചു കഴിഞ്ഞ നേരെ ഹീറോയിനുള്ള സൈഡിലേക്ക് വരുമ്പം അവിടെ വേണ്ട, ഇപ്പുറത്ത് വന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഹീറോ അടുത്തേക്ക് വിളിച്ചെന്ന് അവൾക്ക് ഭയങ്കര സന്തോഷം. യൂൻമി പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്, പോയി കിടന്നുറങ്ങിക്കോ, ഗുഡ് നൈറ്റ് എന്ന് ഹീറോ. എൻ്റെ ഫാബ്രിക് ഒന്നും നോക്കിയോ പോലും ഇല്ലാന്ന് അവള് കൊഞ്ചുമ്പം അവൻ എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിടണല്ലോ. തൊട്ട് നോക്കിയിട്ട് എന്ത് വൃത്തിയായിട്ട ക്ലോത്താ നീ ഉപയോഗിച്ചിരിക്കുന്നത്, മര്യാദയ്ക്ക് പോയേ എന്നും പറഞ്ഞ് അത്ര ഒച്ചയടിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് അവനും അറിയില്ല, അവൾക്കും അറിയില്ല. പോയോന്ന് നോക്കിയിട്ട് തരാമെന്നും പറഞ്ഞ് ഹീറോ എണീറ്റ് പോകുമ്പോഴാണ് അവൾ അവിടെ എണീറ്റിരിക്കുന്നത്. നോക്കുമ്പോൾ അവിടെ ഒരു സ്പെക്സ് കാണുന്നു, അത് ഹീറോടെയാണ്. ഇവൻ എപ്പോഴും ഇതൊക്കെ വെക്കാൻ തുടങ്ങിയെന്നും പറഞ്ഞ് അവളെ വെച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് കണ്ണാടിയില് അവളുടെ രൂപം തന്നെയാണ് കാണുന്നത് എന്ന്. അറിഞ്ഞു വെച്ചുകൊണ്ട് പൊട്ടത്തിയാക്കണല്ലേ എന്ന് അവക്ക് നല്ല ദേഷ്യം. അങ്ങനെ അടുത്ത ദിവസം അവന് വെള്ളം കൊണ്ടുവെക്കുന്ന സമയത്ത് മോന്തക്കിട്ട് ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ഹീറോ എണീറ്റിട്ട് എന്തിനാ തല്ലിയെന്ന് ചോദിക്കുമ്പം ഞാൻ തല്ലിയിട്ടൊന്നുമില്ല, കൊതുകിനെ അടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ എടുത്തേ ഉള്ളൂ. അപ്പോഴേക്കും സാർ എണീറ്റു എന്ന് പറയാണ്. അത് മാത്രല്ല, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ലാത്തതൊക്കെ ചെയ്തു എന്ന് പറയുമ്പം എന്താ ചെയ്തെന്ന് ഹീറോ. അതൊന്നും പറയാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് അവളൊരുമാതിരി അവിടെ നിന്ന് പോകുന്നുണ്ട്. ചേടാ, ഞാനെപ്പോഴും ഇത്രയും വൃത്തിയിട്ടവനായതെന്ന് പറഞ്ഞിട്ടാണ് ഹീറോ അവിടെ കിടക്കുന്നത്. എന്നിട്ട് ഹീറോ കയ്യോടെ അവളെയും കൂട്ടി കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. എന്തിന്? നാൻജി ആയിട്ട് ഇന്ന് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പൊ നാൻജി വരുമ്പം നീ ഇവിടെ ഉണ്ടാവണമെന്നും പറഞ്ഞു. നാൻജി ഇങ്ങോട്ട് വരണമെങ്കിൽ ഹീറോയിന് അങ്ങോട്ട് പോകണല്ലോ. അതുകൊണ്ട് ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് നാൻജിന്റെ സ്റ്റുഡിയോന്ന് ആള് വന്നു എന്ന് പറയുന്നത്. നോക്കുമ്പോ അവളുടെ ഫ്രണ്ടാണ്. ഞാൻ നാൻജിനെ അല്ലേ വിളിച്ചത്, നീ എന്തിനാ വന്നത് എന്ന് ഹീറോ. ഞങ്ങള് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആണ്, പോരാത്തതിന് പാർട്ട്നേഴ്സ് ആണ്. പിന്നെ നിങ്ങളിങ്ങനെ പെട്ടെന്നൊരു മീറ്റിംഗ് വെച്ചു എന്ന് വെച്ച് അങ്ങനെയെങ്കിലും ഒന്നും അവർക്ക് വരാൻ പറ്റത്തില്ല, വലിയ ഡിസൈനർ മോഡലൊക്കെയാണെന്ന് ഫ്രണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് യൂൻമിയും അമ്മായിമ്മയും വരുന്നുണ്ട്. ഹീറോയിനെ കണ്ടതൊന്നും മുഖം ചുളിക്കുന്നുണ്ട്. നാൻജി വരാത്തതിന് പറ്റുന്നത്രയും കുറ്റം പറയുന്നുണ്ട്. ഹീറോ പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് ഹീറോയിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കണ്ടതും യൂൻമി ആണെങ്കിൽ ആഹാ ഓഹോ എന്ന് പറഞ്ഞ് പുകഴ്ത്തി പറയുന്നു. സ്നേഹപൂർവ്വം ഞാനിതെൻ്റെ എക്സ് വൈഫിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് ഹീറോ. എന്തായാലും എന്നെ മോഡലാക്കിയ സ്ഥിതിക്ക് ഞാൻ കുറച്ചുള്ള കാര്യം പറയട്ടെ എന്നും പറഞ്ഞ് ഹീറോയിൻ ആ ഡ്രസ്സിൻ്റെ കുറ്റവും കുറവൊക്കെ പറയുന്നുണ്ട്. ഷോൾഡറിൽ കുറച്ച് പ്രശ്നമുണ്ട്, പിന്നെ കേവ് മര്യാദയ്ക്ക് തിരിയുന്നില്ല, വയറിൻ്റെ അവിടെ കുറച്ച് ലൂസാണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അത് കേട്ടിട്ട് ഹീറോയ്ക്ക് പോലും ഒരു പ്രശ്നമില്ല. യൂൻമി ആണെങ്കിൽ എണീറ്റിട്ട് അവളെ അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഹീറോ ഡിസൈൻ ചെയ്ത ഡ്രസ്സിനെ എങ്ങനെ നീ കുറ്റം പറയുന്നു പറഞ്ഞ് ഹീറോ അതിൻ്റെ ഇടയ്ക്ക് അവളെ പിടിക്കാൻ പോയിട്ട് അവൻ്റെ സ്പെക്സ് താഴെ വീഴുമ്പം ഒരുമാതിരി ദേഷ്യപ്പെട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഇവിടെ അമ്മായിമ്മയും യൂൻമയും പുതിയതായിട്ട് എന്തോ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഹീറോയിൻ്റെ അടുത്ത് ഒരുമാതിരി കൺഫ്യൂസ് ചെയ്യുന്ന ലെവലിലാണ് നിൽക്കുന്നത്. ആ ബ്രൂച്ച് അഴിച്ചു മാറ്റ്, നീയാണെന്നുള്ള കാര്യം എനിക്ക് ഓൾറെഡി അറിയാം. 5 വർഷം മുന്നേ നടന്നത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിന്നെ ഒരിക്കലും എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ ചെറുക്കൻ പണ്ട് നടന്നതിനെ കുറിച്ചും പറയാൻ വരുമ്പോഴേക്കും അവക്കാണെങ്കിൽ അത് കേൾക്കാൻ താല്പര്യമില്ല. ആനിന്റെ പ്രസൻസ് അവക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ഹീറോയുടെ അടുത്ത് ഇപ്പോഴും ദേഷ്യമുണ്ട് എന്ന് പറയാണ്. അവൻ ചെയ്ത തെറ്റ് അവനും അറിയാം, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഹീറോയിൻ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അവളുടെ അച്ഛനെ കാണാൻ പോകുന്നുണ്ട്. മോളെ, നീ മറ്റൊരു പാർട്ട്ണറെ ചൂസ് ചെയ്തതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് അച്ഛൻ പറയുമ്പം അച്ഛൻ തെറ്റിദ്ധരിച്ചതാണ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഇല്ലെന്ന് ഹീറോയിൻ. അപ്പൊ അങ്ങോട്ടേക്ക് യൂൻമിയും ഹീറോയും വരുന്നുണ്ട്. യൂൻമി ഹീറോയുടെ കയ്യിൽ പിടിക്കാൻ നോക്കുമ്പം അവൻ കൈ മാറ്റുന്നുണ്ട്. അത്രത്തോളം ഇഷ്ടമല്ല, എന്നാലും വെറുതെ ഒട്ടി നടക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഡാഡിയാണെങ്കിൽ അതിലും വലിയ മോശം. ജിയാങ്ങും യൂൻമിയും കെട്ടുന്നതിൽ എടങ്കോലായിട്ട് നിൽക്കരുത്, നീ അതിനെ സമ്മതിക്കണം എന്നൊക്കെ. അച്ഛൻ ഓൾറെഡി സുഖമില്ല, എന്നിട്ട് അച്ഛനെ കൊല്ലാനാണോ നീ നോക്കുന്നത്? അച്ഛൻ ഒരു കാര്യമല്ലേ ചോദിക്കുന്നുള്ളൂ, അതങ്ങ് സമ്മതിച്ചാൽ എന്താണെന്ന് യൂൻമി വേറെ. നിങ്ങളെ സഹോദരിമാരാണ്, അതുകൊണ്ട് അവക്ക് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കണം എന്നൊക്കെയാണ് അച്ഛൻ പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ജീവൻ അവിടെ ഉണ്ടല്ലോ. ഇവര് തമ്മിൽ തൻ്റെ കാര്യം തീരുമാനം എടുക്കുന്ന വേണ്ടിയിട്ട് ഹീറോ തന്നെ പറയുന്നുണ്ട്, ഇതിൽ ആദ്യം എൻ്റെ ഇഷ്ടമാണ് ചോദിക്കേണ്ടത്. ഞങ്ങൾ രണ്ടും ഇതുവരേക്കും ഡിവോഴ്സ് ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാനും പോകുന്നില്ല. അതുകൊണ്ട് ഈ നോൺസെൻസ് ടോക്ക് വേണ്ട എന്നുള്ള രീതിക്ക് ഹീറോയിനെയും കൂട്ടി അവിടുന്ന് പോകാൻ നിൽക്കുമ്പം അച്ഛനാണെങ്കിൽ പിന്നെയും കറന്ന് കെഞ്ചുന്നുണ്ട്. സഹോദര സ്നേഹം പറഞ്ഞിട്ട് യൂൻമി അമ്മയില്ലാതെ വളർന്നതാണ്, അതുകൊണ്ട് ചേച്ചി എന്നുള്ള നിലയ്ക്ക് ഹീറോയിന് വേണം അവൾക്ക് വേണ്ടിയിട്ട്
ഇതൊന്ന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോരാത്തതിന് അച്ഛൻ ചെല്ലം കൊടുത്ത് കെടുത്ത് വെച്ചിരിക്കുകയാണ് പോലും. അതുകൊണ്ട് പൊന്നുമോളെ വിഷമിപ്പിക്കാതെ കെട്ടിയോനെ അനിയത്തിക്ക് കെട്ടിച്ചു കൊടുക്കാൻ. ഇതാ നോക്ക്, നിങ്ങൾ അവക്കും അവളുടെ അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്നെ എൻ്റെ അമ്മേനെ ഉപേക്ഷിച്ചു പോയി. അവസാനം ഞാനായി വഴിതെറ്റിയുണ്ടായ കുട്ടി, അഥവാ ഇല്ലിജിറ്റിമേറ്റ് കുട്ടി. അതുകൊണ്ട് കൂടുതൽ എന്നെയും കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. പിന്നെ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെന്ന് വീണ്ടും കാണിച്ചു തന്നതിൽ സന്തോഷം. അതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ തിരിച്ചെടുക്കാൻ ഒരു മടിയും വേണ്ട വരത്തില്ല എന്ന് കോഴയാവാണ്ട് പറയേണ്ടതുപോലെ പറഞ്ഞ് ഹീറോയും കൂട്ടിയിട്ടാണ് ഹീറോയിൻ അവിടുന്ന് പോകുന്നത്. ഇവിടെ ഹീറോയിൻ സീരിയസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഹീറോ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. താഴെ പോകുന്ന വഴിക്ക് കൺവീനിയൻസ് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് പോലും. നോക്കുമ്പോൾ നല്ല ഹോം മെയ്ഡ് ഫുഡ്. അവക്ക് മനസ്സിലാവുന്നുണ്ട്, അവക്ക് മനസ്സിലായി എന്നുള്ളത് അവനും മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയിൻ അവളുടെ പുതിയ ഡിസൈനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ട്, നല്ല സക്സസ് ആവുന്നുണ്ട്. അതിന്റെ പേരിൽ കൊളീഗ്സും അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നത്. അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു വിട്ടിട്ട് ഹീറോയിൻ ഫ്രീ ആണെങ്കിൽ 5 മണിക്ക് റെസ്റ്റോറൻറ്റിൽ പോവാന്ന് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ചക്കൻ വന്നത്. അവക്കും ഹാപ്പി. എന്നിട്ട് അവനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ ഡ്രസ്സും എന്ന് പറഞ്ഞാണ് കിട്ടു നോക്കിയിട്ട് അവസാനം പറഞ്ഞ സെലക്ട് ചെയ്ത് എൻ്റെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്, പിന്നെ എന്തിനാ ഇത്രയ്ക്കൊക്കെ ഒരുങ്ങുന്നതെന്നും പറഞ്ഞ് എന്നിട്ട് പിന്നെയും വേഗം 3-4 നോക്കി അതീന്ന് പറഞ്ഞ സെലക്ട് ചെയ്തിട്ട് നിൽക്കുമ്പോഴാണ് ഒരുമാതിരി വൊമിറ്റിംഗ് പോലെ വരുന്നത്. സംശയം തോന്നിയിട്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പം അവള് പ്രഗ്നന്റ് ആണ്. ഇവിടെ ഹീറോ ഓൾറെഡി ഹീറോയിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ നിൽക്കുവാണ്. വീണ്ടും പ്രഗ്നന്റ് ആയി എന്നറിഞ്ഞ് ഒരുമാതിരി പ്രാന്ത് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് ഹീറോയിന് കോൾ വരുന്നത്. ഹീറോ ആണെന്ന് വിചാരിച്ചായിരുന്നു കോൾ എടുത്തത്, പക്ഷേ ഫ്രണ്ടായിരുന്നു വിളിച്ചത്. അവൾ എന്തിനാ വന്നേന്നുള്ള കാര്യം മറന്നുപോയോ, നീ നിന്റെ കുട്ടീൻ്റെ കാര്യം മറന്നുപോയോ, എന്തീ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴാണ് അവക്കും ബോധം ഉദിക്കുന്നത്. സോറി ചോദിക്കുമ്പം ഞാനാണ് ക്ഷമ ചോദിക്കേണ്ടത്, ഇത്രയൊന്നും പറയാൻ പാടില്ലായിരുന്നു. എന്തൊക്കെയായാലും നിന്നെ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും ഞാൻ ഉണ്ടാവും എന്നാണ് ഫ്രണ്ട് പറയുന്നത്. എന്തായാലും ഹീറോ അവളെ കാണാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. അവളെപ്പോഴും ജിയാങ്ങിനെ മിസ്റ്റർ ജിയാങ് എന്നാണ് വിളിക്കുക. അങ്ങനെ വിളിക്കേണ്ട, ജിയാങ്ലിംഗ് എന്ന് വിളിച്ചാൽ മതി എന്ന് ഹീറോ. ഇതേപോലെ പണ്ട് ഇവർ റിലേഷനിലായ സമയത്ത് ഹീറോ അവൾക്ക് പുതിയതായിട്ട് ഡിസൈൻ ചെയ്ത ഡ്രസ്സ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവൾ അവനെ സീനിയർ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. നീ ഇപ്പം എൻ്റെ ഗേൾ ഫ്രണ്ടാണ്, ഇങ്ങനെ വിളിക്കേണ്ടെന്ന് ഹീറോ. എന്നാൽ പിന്നെ ജൂനിയർ എന്ന് വിളിക്കട്ടെ എന്ന് ഹീറോയിൻ. പിന്നെ മിസ്റ്റർ ജിയാങ് ആക്കുന്നുണ്ട്. അതൊന്നും വേണ്ട. അവസാനം ജിയാങ് ലിങ്ങിൽ ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം രണ്ടുപേരും ഓർക്കുന്നുണ്ട്. ഹീറോയിൻ ഒരുമാതിരി ഡള്ളായിട്ടിരിക്കുന്ന കണ്ടിട്ട് എന്ത് പറ്റി, ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അതെ, കുറച്ച് ടയേർഡാണ്, അതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് ഹീറോയിൻ. അവര് പണ്ട് അത്രത്തോളം ഹാപ്പി ആയിരുന്നു, അത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് കൊണ്ടുവരുന്നുണ്ട്. കഴിക്കുന്ന സമയത്ത് ഹീറോയിൻ പണ്ട് കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ പഴയ ഓർമ്മയിലേക്ക് കൊണ്ടുപോയി പിന്നെ 5 കൊല്ലം മുന്നേ നടന്ന കാര്യത്തെക്കുറിച്ച് പിന്നെ ഹീറോ പറയാൻ വരുന്നുണ്ട്. കറക്റ്റ് സമയത്ത് അവൻ്റെ അമ്മ വിളിക്കുന്നുണ്ട്. കോൾ എടുക്കുന്നില്ല. പിന്നെയും പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഹീറോയിനൊരു കോൾ വരുന്നുണ്ട്. അവളുടെ അച്ഛൻ മരിച്ചു എന്നുള്ള ന്യൂസാണ്. അവൾ അവർ എണീറ്റ് പോകുമ്പം ഹീറോയ്ക്ക് പിന്നെയും കോള് വരുന്നു. അമ്മയ്ക്ക് സുഖമില്ല എന്നാണ് അമ്മ പറയുന്നത്. യൂൻമിയും ഹീറോയിന്റെ ഫ്രണ്ടും ആണ് അച്ഛൻ മരിച്ചെടുത്ത് നിൽക്കുന്നത്. താഴെ റിപ്പോർട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അങ്ങോട്ടേക്കാണ് ഹീറോയിൻ വരുന്നത്. അവളുടെ അടുത്ത് കന്നാ പിന്നാ എന്തൊക്കെയോ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇത് മേലേന്ന് കാണുന്ന ഫ്രണ്ട് താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ ഹീറോയിന്റെ അടുത്ത് ശാരം കണക്കാണ് ചോദ്യം വരുന്നത്. അവളുടെ അച്ഛൻ മരിച്ചതിന് കാരണം അവളാണോ, ഗിൽറ്റ് ഉണ്ടോ, പിന്നെ അവൾ ഇല്ലിജിറ്റിമേറ്റ് കുട്ടിയല്ലേ, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഒരുപാട് ചോദ്യങ്ങൾ. ഒരുമാതിരി വീർപ്പൂട്ടി നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ഹീറോ വരുന്നത്. അവളെ പ്രൊട്ടക്ട് ചെയ്ത് കൂട്ടിയിട്ട് വന്നിക്കുമ്പം അവൻ്റെ അടുത്ത് ഒരുമാതിരി ചോദ്യം ചോദിക്കുന്നുണ്ട്. മുന്നേ ഹീറോയിനെ കുറിച്ചുള്ള ആ ഒരു റൂമേഴ്സിനെ കുറിച്ചും ഇപ്പോഴത്തെ കാര്യങ്ങളും പറഞ്ഞിട്ട്, ഒന്നുമില്ലേലും നിങ്ങൾ റിപ്പോർട്ടേഴ്സ് അല്ലേ, ഒരാളുടെ അച്ഛൻ മരിച്ചു എന്നറിയുമ്പം ഇങ്ങനത്തെ വൃത്തിയിട്ട ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത് എന്ന് നന്നായിട്ട് എല്ലാത്തിനും കണക്കിനെ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആണ് വേണ്ടതെങ്കിൽ ഇതാ പിടിച്ചോന്നും പറഞ്ഞ് അവളെ പിടിച്ച് കേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സീനാണ് താഴേക്ക് വന്ന ഫ്രണ്ട് കാണുന്നത്. എനിക്ക് ഒരേ ഒരു വൈഫേ ഉള്ളൂ, ഞങ്ങൾ ഇതുവരേക്കും ഡിവോഴ്സ് ചെയ്തിട്ടില്ല, എനിക്ക് ഇവള് മാത്രമേ ഉള്ളൂ, എപ്പോഴും അങ്ങനെ ആയിരിക്കും പറഞ്ഞ് ഹീറോ അവളെ കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. അമ്മായിയമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അതിലും വലിയ ദേഷ്യം. ഹീറോ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഹീറോയിൻ ആണെങ്കിൽ ഒരുമാതിരി വല്ലാണ്ട് വിഷമിച്ചാണ് ഇരിക്കുന്നത്. അവൻ സോറി ചോദിക്കുന്നുണ്ട്. പണ്ടായിക്കോട്ടെ ഇപ്പോഴായിക്കോട്ടെ അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഫെയിൽ ആയതിന്. പണ്ട് നടന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, എനിക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറഞ്ഞ് ഹീറോ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഹീറോയിനും കുറച്ച് മനസ്സലിയുന്നു. ഇപ്പോഴെങ്കിലും എനിക്ക് നിങ്ങളെ വിശ്വസിക്കാവോ എന്ന് ചോദിക്കുന്നതിന് തീർച്ചയായിട്ടും ഞാൻ നിന്നെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്ന് ഹീറോ. ആ സമയത്താണ് കറക്റ്റ് ഹീറോയിന് DNA ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നത്. അത് കണ്ടതും നീ വീണ്ടും എന്നെ പറ്റിക്കുമായിരുന്നല്ലേ, അത്രയും കാലം നീ എന്നെ വിഷമിപ്പിച്ചത്, എന്നിട്ട് ഇപ്പോഴും നീ എന്നെ ഫൂൾ ആക്കുമായിരുന്നു, നീ ഭയങ്കര കണ്ണിങ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒച്ചയെടുത്ത് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഹീറോയ്ക്കൊന്നും മിണ്ടാൻ പോലുള്ള അവസരം കിട്ടുന്നില്ല. അടുത്ത ദിവസം ഹീറോയിന് ഫോട്ടോഷൂട്ട് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് സാഡായിട്ട് ജിയാങ് ഗ്രൂപ്പുമായിട്ടുള്ള കോൺട്രാക്റ്റ് ഒക്കെ ടെർമിനേറ്റ് ചെയ്യാൻ പോവാണെന്ന് ഹീറോയിൻ ഫ്രണ്ടിനോട് പറയുമ്പം, ഞാൻ നിനക്ക് ഫുൾ സപ്പോർട്ടാണെന്ന് ഫ്രണ്ട്.
ഈ സമയത്താണ് കുറേ റിപ്പോർട്ടേഴ്സ് അങ്ങോട്ട് എരച്ചു കയറി വരുന്നത്. എന്തോ ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന സമയത്ത് ആൻ ബ്രൂച്ച് എടുത്തോണ്ട് വന്ന് അമ്മ ഇത് വെച്ചിട്ട് രക്ഷപ്പെട്ടോളാൻ പറയാണ്. അങ്ങനെ ആനെയും കൂട്ടി വേറെ സ്ഥലത്ത് പോയിട്ട് അപ്പൊ നിനക്ക് ഞാൻ വന്നപ്പോ മുതലേ ഞാനാണെന്നുള്ള കാര്യം അറിയായിരുന്നൂലേ എന്ന് ചോദിക്കുമ്പം അറിയായിരുന്നു, എനിക്കും അമ്മേനെ വേണം, എല്ലാരെയും അമ്മയാണ് നോക്കുന്നത്, എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോവല്ലേ എന്ന് പറയാണ്. അത് മാത്രല്ല വലുതാവുമ്പം ഇപ്പൊ അവളെ ഹേർട്ട് ചെയ്യുന്ന ബാഡ് പീപ്പിളിന്റെ അടുത്ത് നിന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അത് കേൾക്കുമ്പോ അവൾക്ക് ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നുണ്ട്. വിഷമിക്കണ്ട, ഇപ്പോഴും അമ്മേനെ ആ ബാഡ് പീപ്പിൾസ് ഒന്നും ചെയ്യാതെ അമ്മ നോക്കിക്കോളാന്ന് പറയുന്നു. ഇവിടെ ഹീറോ യൂൻമി ചെയ്ത കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഹീറോയിന്റെ ഡിസൈൻസ് ആണ് അവൾ 5 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അതിനുള്ള പണിഷ്മെന്റ് അവൾക്ക് കിട്ടണമെന്ന് അസിസ്റ്റന്റിന്റെ അടുത്ത് അഥവാ നമ്മുടെ ജെറീന്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫാഷൻ സലൂണിന്റെ ഇൻവിറ്റേഷൻ ജെറി കൊടുക്കുന്നുണ്ട്. ഹീറോയിനുമായി ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിക്ക് സ്കാൻഡൽ വന്നായിരുന്നല്ലോ. ആ ഒരു പേഴ്സൺ നടത്തുന്നതാണ് ഈ ഒരു പരിപാടി. അത്രയും നേരം താല്പര്യമില്ലാതിരുന്ന ഹീറോയിനും കൂടെ വരുന്നുണ്ട് എന്നറിയുമ്പം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അവിടെയാണെങ്കിൽ പണ്ട് നടന്ന ആ ഒരു റൂമറിനെ കുറിച്ച് യൂൻമി എടുത്തിടുന്നുണ്ട്. അവളുടെ ഫ്രണ്ട്സ് അതിന്റെ അപ്പുറം അതിനെ കുറിച്ച് ഹീറോയിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട ഹീറോ ദേഷ്യം വന്ന് യൂൻമിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനി ഇങ്ങനെ ഇല്ലാത്ത അനാവശ്യ കാര്യങ്ങൾ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ടെങ്കിൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്ന. നല്ലത് പറഞ്ഞു നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഹീറോയിൻ വരുന്നത്. എപ്പോഴത്തെയും പോലെ അവളെ കാണുമ്പോൾ വായും പൊളിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. ഹീറോയിനോട് സംസാരിക്കാൻ പോകുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആ ഇൻവെസ്റ്റർ വരുന്നത്. ആള് വന്നതും ഹീറോയ്ക്ക് എന്നുള്ള ദേഷ്യം ഹീറോയിനാണെങ്കിൽ പുള്ളിന്റെ കയ്യിലും കൂടെ പോയി പിടിക്കുകയാണ്. അതും കൂടെ കണ്ട് ഹീറോ ഇങ്ങനെ ദേഷ്യത്തില് തിളച്ചു നിൽക്കുമ്പം 5 വർഷം മുന്നേ ഹീറോയിന് നടന്ന കാര്യങ്ങളെ കുറിച്ച് മെൻഷൻ ചെയ്ത് അതാരാണോ ചെയ്തത് ആരെയും വെറുതെ വിടത്തില്ല എന്നുള്ള രീതിക്കാണ് പുള്ളി സംസാരിക്കുന്നത്. ആള് ശരിക്കും ഹീറോയിന്റെ അങ്കിളാണ്, അമ്മേന്റെ ചേട്ടനോ അനിയനോ. അവിടെ നിൽക്കുന്ന എല്ലാവരും ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ഹീറോ ആണ് ഏറ്റവും കൂടുതൽ ഷോക്ക് ആവുന്നത്. യൂൻമി ആരാണെന്ന് ചോദിച്ച് അവള് ചെയ്തതിനൊക്കെ സ്പെഷ്യലായിട്ട് പണി വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവളാണ് ശരിക്കും ഇല്ലിജിറ്റിമേറ്റ് ആയിട്ടുള്ള കുട്ടി. ഹീറോയിന്റെ അമ്മ അവളുടെ അച്ഛനെ മാരേജ് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് അച്ഛൻ മറ്റൊരു സ്ത്രീയായിട്ട് ബന്ധത്തിലായിട്ട് യൂൻമി ഉണ്ടാവുന്നത്. പക്ഷെ അത് പുറലോകം അറിയാതെ ഇവൾ ഓരോ കള്ളം പറഞ്ഞ് പിടിപ്പിച്ച് അവസാനം ഹീറോയിനെ ഇല്ലിജിറ്റിമേറ്റ് കുട്ടിയാണെന്നുള്ള പേര് വരുത്തിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. യൂൻമി ആണെങ്കിൽ ഒരു നാണം ഇല്ലാതെ പിന്നെയും ഹീറോയുടെ അടുത്ത് പറഞ്ഞ് കൊഞ്ചുവാണ്. ഹീറോയിൻ തന്നെ ഫ്രെയിം ചെയ്തതാണെന്ന്. ഹീറോ അവളെ മൈൻഡ് പോലും ആക്കാതെ ഹീറോയിന്റെ ഭാഗത്ത് പോയി നിൽക്കുന്നുണ്ട്. എന്നിട്ട് യൂൻമിക്കെതിരെ എല്ലാ നടപടി എടുക്കുന്നു. അവൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് തക്കതായ പണിഷ്മെന്റ് കൊടുക്കുന്നു അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹീറോയിന്റെ അടുത്ത് പറയുന്നു, ഞാൻ നിന്നെ ഇനി ഹേർട്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല, എന്നെ വിശ്വസിക്ക്, എനിക്ക് ശരിക്കും നിന്നെ ഇഷ്ടമാണെന്ന്. അവിടെ യൂൻമി അമ്മായിമ്മേന്റെ അടുത്ത് നമ്മൾ രണ്ടും ഒരുമിച്ചല്ലേ ചെയ്തത്, എനിക്ക് വേണ്ടി സംസാരിക്കുകയെന്ന് പറയാണ്. ഇതാ നോക്ക്, നീ ഇത്രയും ക്രൂവൽ ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചില്ല, നീ മൊത്തം ജിയാങ് ഗ്രൂപ്പിനെയും പറ്റിക്കായിരുന്നു, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് അവളെ കോണർ ചെയ്യാണ്. അങ്ങനെ എല്ലാവരും തനിക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയതും ഹീറോയിനാണ് ഇതിന് കാരണം എന്ന് പറഞ്ഞ് ബ്ലെയിം ചെയ്യുമ്പം ഇതൊക്കെ നീ ചെയ്ത പ്രവൃത്തിക്കുള്ള റിസൾട്ടാണ് ഇന്ന് ഫ്രണ്ട്. എന്നാ പിന്നെ ഇവള് ജീവനോട് ഇരിക്കണ്ടെന്ന് പറഞ്ഞൊരു കുപ്പി എടുത്ത് അടിക്കാൻ വരുമ്പം ജെറി അവളെ പിടിച്ചു വെക്കുന്നുണ്ട്. ഹീറോ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ നിൽക്കുന്നു. നമുക്ക് പോവാന്ന് പറഞ്ഞ് അങ്കിള് ഹീറോയിൻ ഫ്രണ്ട് 3 പേരും പോകുന്ന സമയത്ത് ഹീറോ അവളെ വിളിച്ചിട്ട് സംസാരിക്കണം എന്ന് പറയുന്നു. നിങ്ങൾ കുറച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്യണം, അവളിപ്പോ സംസാരിക്കുന്നില്ലെന്ന് ഫ്രണ്ട്. അത് അവള് പറയട്ടേന്ന് ഹീറോ. നമുക്ക് പോവാന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ മൈൻഡ് ആക്കാതെ അവിടുന്ന് പോകുന്നുണ്ട്. ഇവിടെ യൂൻമി ദേഷ്യപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ആൻ ഹീറോയിന്റെ കുട്ടിയാണെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയില്ലേന്ന് ആരോ ഒരാളെ മെസ്സേജ് അയക്കുന്നുണ്ട്. ആളെ കാണിക്കുന്നില്ല. അവളൊരുമാതിരി വില്ലത്തരത്തി നിൽക്കുമ്പം ഇവിടെ ഹീറോ വർക്ക് ചെയ്യുന്നിടത്ത് ജെറി വന്നിട്ട് ആന്നെ കാണുന്നില്ല എന്ന് പറയാണ്. ഹീറോയിൻ ഫ്രണ്ട് അടക്കം എല്ലാവരും അന്വേഷിച്ചു പോകുന്നുണ്ട്. പക്ഷെ കൊച്ചിനെ കിട്ടുന്നില്ല. അവസാനം ഇവരാണ് പരസ്പരം കാണുന്നത്. അപ്പോഴേക്കും കൊച്ചിന്റെ വാച്ച് കിട്ടിയെന്ന് പറഞ്ഞ് ജെറി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതും കൂടി ആവുമ്പോ ഹീറോയിന് തീരെ വയ്യാണ്ടാവുകയാണ്. വീഴാൻ പോകുന്ന ഹീറോയിനെ ഹീറോ ആണ് പിടിക്കുന്നത്. അതൊരുമാതിരി ഏക്കത്തോടെയാണ് ഫ്രണ്ട് നോക്കിയിരിക്കുന്നത്. അപ്പോഴേക്കും ഹീറോയ്ക്ക് യൂൻമിന്റെ അടുത്ത് നിന്ന് വീഡിയോ കോൾ വരുന്നുണ്ട്. അവള് കൊച്ചിനെ കെട്ടിയിട്ടിട്ട് നിങ്ങൾ രണ്ടും മാത്രം നാൻസിന്റെ സ്റ്റുഡിയോയിലേക്ക് വരാൻ പറയുവാണ്. യൂൻമി ആനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ച സ്ഥലത്തേക്ക് ഹീറോയിനും വരുന്നുണ്ട്. നോക്കുമ്പോൾ കൊച്ചിനെ കെട്ടി വെച്ചിരിക്കുകയാണ്. എന്ത് വേണേലും തരാം, കൊച്ചിനെ വിട്ടേക്കെന്ന് പറയുമ്പം എനിക്ക് ആനിന്റെ അമ്മയാണ് ആവേണ്ടത്, പറ്റുമോ എന്നും ചോദിച്ച് കൊച്ചിൻ്റെ അടുത്ത് നിന്നെ ഞാൻ 5 വർഷം നന്നായിട്ടാണ് നോക്കിയത്, പക്ഷെ നിനക്ക് ഞാൻ ബാഡായിട്ടുള്ള ഒരു ആൻറ്റിയാണ്. അവള് വന്നതും അപ്പാ തന്നെ അമ്മേന്ന് വിളിച്ചു എന്നും പറഞ്ഞ് കൊച്ചിന്റെ കഴുത്തിലെ കത്തി വെച്ച് അവരുടെ അടുത്ത് അവിടെ ഡിവോഴ്സ് പേപ്പർ ഉണ്ട്, അതിൽ ഒപ്പിടാൻ പറയുവാണ്. കൊച്ചാണല്ലോ വലുത്. 2 പേരും ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അത് മേടിച്ചതും ജിയാങ്ങിനോട് നിങ്ങൾക്ക് എന്നെയാണോ യൂൻഷിങ്ങിനാണോ ഇഷ്ടം, നിന്നെയാണെന്ന് ജിയാങ്. അത് കള്ളമാണ്, നിങ്ങൾ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയാണ്. എന്നും പറഞ്ഞ് കൈ മാറ്റുമ്പം കൊച്ചിന്റെ മേത്ത് അവളുടെ അടുത്തുണ്ടായിരുന്ന കത്തി വെച്ച് മുറിയുവാണ്. പാതിരി അടിച്ച് അവരെ കൊച്ചിനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ടെൻഷനായിട്ട് നിൽക്കുമ്പം ജിയാങ് ആണ് അവളെ ആശ്വസിപ്പിക്കുന്നത്. അവൻ കുറച്ച് ലക്കി ആയിട്ടുള്ള കുട്ടിയാണ്, അതുകൊണ്ടൊന്നും പറ്റത്തില്ല എന്നും പറഞ്ഞ്
അപ്പൊ ഡോക്ടർ വന്നിട്ട് കൊച്ചിന് ലേശം സീരിയസ് ആണ്, അർജന്റായിട്ട് പി ടൈപ്പ് ബ്ലഡ് വേണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല എന്ന് പറയുന്നു. ഹീറോയിന് സെയിം ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ജിയാങ് ഇതുവരേക്കും ആൻ അവരുടെ കുട്ടിയാണെന്ന് അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതുദ്ദേശിച്ച് അവൾ അങ്ങനെ നോക്കുമ്പം ഒരുമാതിരി കള്ളത്തരം ചെയ്ത കണക്ക് തലയും കുനിച്ച് പേടിച്ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഡോക്ടർ വന്നിട്ട് പറയുന്നത് ബ്ലഡ് കിട്ടിയതുകൊണ്ട് കുട്ടിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന്. രണ്ടുപേർക്കും അപ്പോഴാണൊന്ന് സമാധാനാവുന്നത്. ഡോക്ടർ അവിടുന്ന് പോയി കഴിയുമ്പം പിന്നെ അവള് ആനിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. രണ്ടുപേർക്കും ഒരേ ബ്ലഡ്, അത് ഉറപ്പായിട്ട് ഒരു കോയിൻസിഡൻസ് ആയിരിക്കില്ല, എനിക്ക് എക്സ്പ്ലനേഷൻ വേണമെന്ന്. അവൻ നമ്മുടെ കുട്ടിയാണെന്ന് ഹീറോ. അവക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, എക്സ്പെക്ട് ചെയ്ത കാര്യം തന്നെയാണല്ലോ. 5 കൊല്ലം മുന്നേ എന്താ ശരിക്കും നടന്നത് എന്ന് ചോദിക്കുന്നതിന് ഞാൻ അബ്രോഡ് പോയപ്പം നീ എന്നെ ചീറ്റ് ചെയ്ത് കൊച്ചിനെയും വിട്ടിട്ട് എങ്ങോട്ടേക്കോ പോയി, ഇതായിരുന്നു ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇപ്പൊ എനിക്കറിയാം അതൊന്നും സത്യമല്ലെന്ന്. ശരി, ഞാൻ കേട്ടത് എന്താണെന്നറിയോ? ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നീ എന്നെ ചീറ്റ് ചെയ്തു. പോരാത്തേന് നമ്മുടെ കുട്ടി മരിച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. ആദ്യം ഷോക്കായിട്ട് അതെങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാന്ന് ചോദിച്ച് പിന്നെയാണ് മനസ്സിലാവുന്നത് അപ്പൊ രണ്ടുപേരും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അങ്ങനെ രണ്ടുപേരും സെറ്റായി സോറി പറഞ്ഞ് കെട്ടിപ്പിടിക്കാൻ പോകുമ്പം അടങ്ങിയിരിക്ക, അവൻ എന്തേലും പറ്റും. ഏതവൻ? നമ്മുടെ കുട്ടി. ഇപ്പൊ ഉള്ള കുട്ടിക്ക് ഒരു കുഴപ്പമില്ല, പുതിയതായിട്ടൊരു കുട്ടി ഉണ്ടാവാൻ പോകുന്നു. അങ്ങനെ ഫുള്ള് ഹാപ്പി. അങ്ങനെ ആനിനെ സുഖമായിട്ട് 3 പേരും കൂടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. ആനിനെ ഉറക്കി കഴിയുമ്പം അവൻ നന്നായിട്ട് കൂർക്ക വലിച്ചാണ് കിടന്നുറങ്ങുന്നത്. ഈ പിള്ളേർ എങ്ങനെ കിടന്നുറങ്ങിയാലും നല്ല രസമല്ലേ, അത് രസിച്ചുകൊണ്ടിരിക്കുവാണ്. പിന്നെയാണ് ഈ യൂൻമീനെ കുറിച്ച് സംസാരം വരുന്നത്. അവള് സ്വയം ബുദ്ധിയില് ഇത്രയ്ക്കൊക്കെ ചെയ്യുമെന്ന്. 5 വർഷം മുന്നേ ഹീറോയിന്റെ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞത് അവളുടെ ഫ്രണ്ട് ആണല്ലോ. നേരെ അവനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നോക്കുമ്പോ അവനൊരുമാതിരി മയങ്ങി കിടക്കുന്നു. അവിടെ മൊത്തം അലങ്കോലായിട്ടാണ് ഉള്ളത്. ഹീറോയിനെ എണീപ്പിക്കാൻ നോക്കിയിട്ട് എണീക്കുന്നില്ല. നീ മാറിയിക്ക്, ഞാൻ ഇപ്പൊ സെറ്റാക്കി തരാന്ന് പറഞ്ഞ് കൈ അങ്ങനെ നീട്ടി വലിച്ചടിക്കാൻ പോകുമ്പം എന്തുവാടാ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട് സ്വന്തമായിട്ട് എന്നെ എണീക്കുന്നുണ്ട്. 5 വർഷം മുന്നേ എന്താ നടന്നത് എന്ന് അന്വേഷിച്ച് തെളിവെടുത്ത് ഒരു USB-യിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരുന്നു. അവർക്കത് കിട്ടിയില്ല. കറക്റ്റ് സമയത്ത് നിങ്ങൾ വന്നു എന്നും പറഞ്ഞ് അവന്റെ കയ്യിലുള്ള USB എടുത്ത് കൊടുക്കുന്നുണ്ട്. ആരാ വന്നത് എന്ന് ചോദിക്കുമ്പം ജിയാങ്ങിന്റെ അമ്മേന്റെ അസിസ്റ്റന്റ് ആണ്. അത് വീട്ടിൽ വന്ന് കേൾക്കുമ്പം ജിയാങ്ങിന്റെ അമ്മ ചെയ്ത കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തതാണ്. നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ, അതിങ്ങനെയാണ് നടക്കേണ്ടത് എന്ന് ജിയാങ്ങിന്റെ അമ്മ പറയുന്ന വോയിസ് ആണ് അതിലുള്ളത്. ഇത് രണ്ടുപേരും കേട്ടിട്ട് ഒരുമാതിരി ആവുന്നുണ്ട്. ഹീറോ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാൻ നിൽക്കുമ്പം എങ്ങോട്ടേക്കാണെന്ന് ഹീറോയിൻ, നിനക്കും ആനിനും ജസ്റ്റിസിന് വേണ്ടിയിട്ടാണെന്ന്. ഒന്നുമില്ലേലും അത് അവന്റെ അമ്മയല്ലേന്ന് അവക്കൊരു ബുദ്ധിമുട്ട്. പക്ഷേ ഹീറോ ഒരു കഴിവുകെട്ട ഭർത്താവും അച്ഛനും അല്ലാത്തതും കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട്. പക്ഷെ വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. യൂൻമി കാരനാണ് നമ്മുടെ സ്റ്റോക്സ് താഴേക്ക് പോയത്. അതുകൊണ്ട് ചെയർമാനായിട്ടുള്ള അമ്മേനെ ഇവിടുന്ന് പുറത്താക്കണമെന്ന് ഷെയർ ഹോൾഡേഴ്സിന്റെ സമ്മതത്തോടു കൂടെ അത് ചെയ്യുന്നുണ്ട്. അമ്മ അവൻ്റെ അടുത്ത് സംസാരിക്കാൻ വരുമ്പം പ്രത്യേകിച്ചൊന്നും സംസാരിക്കാനില്ല. ഇനിയും യൂൻഷിങ്ങിനെ ഉപദ്രവിക്കാതിരുന്നാ മതി. പിന്നെ യൂറോപ്പിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ്. ഹീറോയിന്റെ അങ്കിളിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഹീറോയ്ക്കാണെങ്കിലോ ഭയങ്കര നെർവസ്. ആകെപ്പാടെയുള്ള ആശ്വാസം അവര് കൊണ്ടുവന്ന ഗിഫ്റ്റ് വെച്ച് അങ്കിളിനെ മയക്കി എടുക്കാൻ പറ്റുന്നുള്ളതാണ്. അങ്കിള് വന്നതും അങ്കിളിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുമ്പം എനിക്കൊന്നും വേണ്ട, എനിക്കത് കാണുകയും കൂടെ വേണ്ട, എടുത്തങ്ങ് എറിഞ്ഞളഞ്ഞേക്ക്. ശരിക്കും വേണ്ടേ ഗിഫ്റ്റ് ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറയുമ്പോഴേക്കും ആനതിന്ന് പൊന്തി വന്ന് അങ്കിളിന് ശരിക്കും എന്നെ വേണ്ടേന്ന് ഭയങ്കര ക്യൂട്ടായിട്ട് ചോദിക്കുകയാണ്. അച്ചോ, അങ്കിളിന്റെ വാവയായിരുന്നോ? ആ, നിന്നെ എങ്ങനെയാണ് അടുത്ത് കളയുക, അറിയാണ്ട് പറഞ്ഞു പോയതല്ലേ എന്ന് പറഞ്ഞ് കൊച്ചിന്റെ അടുത്ത് വെച്ച് കൊഞ്ചിക്കുന്നുണ്ട്. കൊച്ചിനെ വേണം, അവന്റെ സർനെയിമും അങ്ങ് മാറ്റിയേക്കാം, പക്ഷെ ഇവനെ ഒന്നും കെട്ടാൻ പറ്റത്തില്ല എന്ന് അങ്കിള്. അപ്പൊ എന്റെ വയറ്റിലുള്ള കുട്ടിക്ക് അച്ഛനോ എന്ന് ചോദിക്കുമ്പോഴാണ് അങ്കിളിനും ഫ്രണ്ടിനും മനസ്സിലാവുന്നത് അവള് പ്രഗ്നന്റ് ആണ് എന്ന്. കൊച്ചിനെ വേണം, പക്ഷെ ഹീറോയെ സമ്മതിക്കാനേ പറ്റത്തില്ല. അവര് തമ്മില് കെട്ടാനേ പാടില്ല. അഥവാ കെട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിനെ കെട്ടിക്കൊള്ളാനാണ് പറയുന്നത്. ഇത്രയും കാലമായിട്ട് അവൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, നിന്നെ കെട്ടാൻ ഏറ്റവും യോഗ്യൻ അവനാണ് എന്നും പറഞ്ഞ് അവനെ പ്രപ്പോസ് ചെയ്യാൻ എൻകറേജും ചെയ്യുന്നുണ്ട്. ആ ചെറുക്കനും പാവം മുട്ടുകൂത്തിയിരുന്ന് ചെറുപ്പത്തിൽ നിന്നെ കണ്ടത് മുതല് എനിക്കിഷ്ടമാണ്, നിന്നെയും 2 മക്കളെയും ഞാൻ എൻ്റെ മക്കളെ പോലെ നോക്കിക്കോളാം എന്നും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രപ്പോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്കിളും ഫ്രണ്ടിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ ഇത്രയും കാലം അവൾക്ക് വേണ്ടിയിട്ട് ചെയ്തതൊക്കെ ഞാനും കണ്ടതാണെന്ന് പറഞ്ഞ്. അത് മാത്രമല്ല, ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഭാര്യനെ ഇട്ടിട്ട് പോയവനെയൊക്കെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നുള്ള രീതിക്ക് ജിയാങ്ങിനിട്ടൊരു വെപ്പും. എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, പക്ഷെ ഇനി ഇത് നടക്കത്തില്ല. ഇനി അഥവാ ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ എന്നെ ചവിട്ടി പുറത്താക്കിക്കോട്ടെ, ഒരൊറ്റ ചില്ലി കാശ് എനിക്ക് തരണ്ട, ഫുള്ള് പൈസ അവൾ എടുത്തോട്ടെ.
എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം അവൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് അങ്കിളിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുവിധം അങ്കിളിന്റെ ട്രസ്റ്റും മേടിച്ചെടുക്കുന്നുണ്ട്. സമ്മതമൊന്നും കൊടുക്കാതെ ബാ നമുക്ക് അപ്പുറത്ത് പോയി മാറി നിന്ന് കളിക്കാന്നും പറഞ്ഞ് കൊച്ചിനെയും കൂട്ടി അങ്കിള് പോവാണ് ചെയ്യുന്നത്. ആ ചെറുക്കൻ്റെ അടുത്ത് അവനെ എൻകറേജ് ചെയ്ത് പ്രപ്പോസ് ചെയ്യിപ്പിച്ചിട്ട് അവനെ ഒന്ന് നോക്കുന്ന പോലും ഇല്ല. ഹീറോയ്ക്കും ഹീറോയിനും അങ്കിളിന്റെ അടുത്ത് നിന്ന് സമ്മതം കിട്ടിയതിന്റെ സന്തോഷം അവിടെ അപ്പുറത്തൊരു ജീവന വിഷമം ഉണ്ടാവുന്ന പോലും അവിടെ ആരും ചിന്തിക്കാനില്ല. അടുത്ത സീനില് അങ്കിളെ വിളിച്ചിട്ട് ഹീറോ അങ്കിളിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. ഹീറോ അവന്റെ സ്വത്തുക്കൾ മൊത്തം ഹീറോയിന്റെ പേരിലേക്ക് ആകാനുള്ള പരിപാടികളൊക്കെ ഓൾറെഡി തുടങ്ങി. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അങ്കിള് വന്നിട്ടുള്ളത്. ഹീറോയിനെ അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണ് ഹീറോ അങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അങ്കിളിന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്നും ആവശ്യമില്ല, നീ ചെയ്യുന്നതിൽ നിന്ന് തന്നെ നിനക്ക് അവളെ എത്ര ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നും പറഞ്ഞ് അങ്കിളിന്റെ ഭാഗത്തുനിന്ന് ഫുള്ള് സമ്മതം മേടിച്ചെടുക്കുന്നുണ്ട്. അങ്കിള് ഹീറോയിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് മൂലമാണ് ഹീറോയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ അവർ രണ്ടോ ഹാപ്പി ആയിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ജിയാങ് സാഡാവുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ജിയാങ് അല്ലായിരുന്നു, ഫ്രണ്ടാണ്. അവൻ്റെ അടുത്ത് ഇപ്പൊ ആ ഒരു ബട്ടർഫ്ലൈ ബ്രൂച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വേഷം മാറി വന്നേക്കുന്നത്. എല്ലാരോടും ഒരുപോലെ ദേഷ്യം തോന്നുന്നുണ്ട്. തൻ്റെ അടുത്ത് മാത്രം എല്ലാവരും മോശമായിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് അത്രത്തോളം ദേഷ്യത്തിലും വില്ലത്തരത്തിലുമാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് വീട്ടിലെ മെയ്ഡ് കോഫി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജിയാങ് വന്ന് ഞാൻ എടുത്തോളാന്നും പറഞ്ഞ് കോഫി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പോകുന്നത് ആ മെയ്ഡ് ഒരുമാതിരി നോക്കിയിരിക്കുന്നുണ്ട് ഒരു വില്ലത്തരത്തില്. കോഫി കുടിക്കുന്നതും അങ്കിളിന് എന്തോ പറ്റുന്നുണ്ട്, കാരണം അതിൽ പോയിസൺ ഉണ്ട്. പിന്നെയാണ് മനസ്സിലാവുന്നത് ആ വന്നിരിക്കുന്നതും ആ നോക്കിയിരിക്കുന്ന മെയ്ഡിന്റെ അടുത്ത് ബട്ടർഫ്ലൈ ബ്രൂച്ച് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അതും ഫ്രണ്ടാണ് എന്ന്. അങ്കിളിനെ ഡോക്ടർ ഒന്ന് നോക്കുന്നുണ്ട്. ഹീറോയിൻ വന്ന് അങ്കിളിനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് ഹീറോയോട് പറയുന്നുണ്ട്. ശരിക്കും ഞാനല്ല ചെയ്തത് എന്ന് ഹീറോ അറിയാതെ ഹീറോയിനും പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ജെറി വന്നിട്ട് പറയുന്നുണ്ട് അവൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, മെയ്ഡ് വന്നിട്ടില്ല എന്നുള്ള ന്യൂസാണ് അവന് കിട്ടിയത്. വന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്, പക്ഷേ ഹീറോ കാണുകയും ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ആലോചിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് ബട്ടർഫ്ലൈ ബ്രൂച്ചിന്റെ കാര്യം. നിനക്കല്ലാതെ വേറെ ആർക്കറിയാന്ന് ചോദിക്കുമ്പം ഫ്രണ്ടിനാണെന്നുള്ള കാര്യവും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഊഹിച്ചെടുക്കുന്നുണ്ട്. ഹീറോയിൻ ഫ്രണ്ടിനെ നല്ലൊരു ഫ്രണ്ടായിട്ട് കണ്ടിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തേന്ന് ചോദിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്കിളിനെ പോയിസൺ വെച്ചത് ആ കമ്പ്യൂട്ടറിലെ വൈറസ് കയറ്റിയതൊക്കെ ഇവനാണെന്ന് മനസ്സിലാക്കി ചോദിക്കുമ്പം ഇവൻ ചെയ്ത ബാക്കി കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 5 വർഷം മുന്നേ കുട്ടി മരിച്ചെന്ന് പറഞ്ഞത് എന്തിനധികം ആന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പോലും ഇവനാണ് കാരണം. യുവൻമിക്ക് മെസ്സേജ് അയച്ചായിരുന്നല്ലോ അത്. ഇതൊക്കെ അവളുടെ അടുത്ത് പറയുമ്പം ഇവളാകെപ്പാടെ ഷോക്കായി പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവൻ വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുന്നതാണ്. കാരണം അവന്റെ അച്ഛൻ മരിക്കാൻ കാരണം ജിയാങ്ങിന്റെ അച്ഛനാണ്. അതിനെ പ്രതികാരം വീട്ടുന്ന രീതിക്കാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെയൊന്നും ചെയ്യരുത്, എനിക്ക് പേടിയാവുന്നെന്നും പറഞ്ഞ് അവള് പോവാൻ നിൽക്കുമ്പം അവളെ ഒരിക്കലും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇതൊക്കെ ചെയ്തത്. അവളെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് ബോധം കെടുത്തി അങ്കിളിന്റെ റൂമിൽ കൊണ്ടുപോയി കെട്ടിയിടുന്നുണ്ട്. ജിയാങ്ങും ആനും അങ്കിളിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഇവനാണ് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് അങ്കിളായിട്ട് അവിടെ പോയി അവരുടെ അടുത്ത് സംസാരിച്ച് ജിയാങ്ങിന് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന മരുന്ന് കൊടുക്കാൻ പോവാണ്. അതവക്ക് ലൈവായിട്ട് ലിവിംഗ് റൂമിലെ ക്യാമറ വഴി കാണാമെന്നും പറഞ്ഞ് നിർബന്ധിച്ച് അവളുടെ തല പിടിച്ച് കാണിക്കുന്നൊക്കെ ഉണ്ട്. അവളുടെ വായും കയ്യും കാലും എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. അവളെ കൊണ്ടാണെങ്കിൽ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. ഫ്രണ്ട് ബ്രൂച്ചും കുത്തി ഹീറോയ്ക്കും ആനിനും വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമ്പം അവരങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്കിളിനെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. കൊച്ചിനെയൊക്കെ എടുത്ത് വെച്ചാൽ കൊഞ്ചിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് അവിടെ ഇരുന്ന് കാഷ്വലായിട്ട് സംസാരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് യൂൺഷ് ഇങ്ങനെ കണ്ടിരുന്നോന്നും ചോദിക്കുന്നുണ്ട്. വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് ജിയാങ്. വോയിസ് തന്നേന് ഫ്രണ്ട് എന്നോട് ക്ഷമ ചോദിച്ചായിരുന്നു. ഞാനും ക്ഷമിച്ചു വിട്ടു, ചെറിയ പിള്ളേരല്ലേ. അപ്പൊ അവക്ക് അവനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയതായിരുന്നു. അല്ല അതൊക്കെ പോട്ടെ, നിനക്ക് അടിപൊളിയായിട്ടുള്ള ചായ വേണോ എന്നും ചോദിച്ച് പോയിട്ട് ചായ എടുത്തോണ്ട് വരുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഹീറോയിന് ജീവൻ പോകുന്നുണ്ട്. ഒച്ചയിൽ അലറുന്നുണ്ട്. പക്ഷെ എന്ത് കാര്യം, ടേ പൊട്ടിച്ച് വെക്കുമല്ലേ. നല്ല സ്മെല്ലുണ്ട് എന്ന് പറഞ്ഞ് ജിയാങ്ങും കുടിക്കാൻ പോകുന്ന സമയത്ത് അച്ഛൻ്റെ അടുത്ത് കണ്ണാടി വെക്കാൻ പറഞ്ഞ് അതെടുത്ത് കൊടുക്കുന്നുണ്ട്. അത് വെക്കുന്നതും തൻ്റെ മുന്നിലുള്ളത് ഫ്രണ്ടാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട്. കുടിക്കാൻ പോകുന്ന പോലെ കൊണ്ടുവന്നിട്ട് അത് ഫ്രണ്ടിന്റെ മുഖത്തേക്ക് എന്നെ എടുത്ത് ഒഴിക്കുന്നുണ്ട്. അവനെ പിടിച്ച് കെട്ടിയിട്ട് ഹീറോയിനെ കണ്ടുപിടിച്ച് അവളെ അഴിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഇപ്രാവശ്യം രക്ഷപ്പെട്ടാലും ഉറപ്പായിട്ട് ഞാൻ നിന്നെ കൊന്നിരിക്കുന്നു. എന്റെ അച്ഛൻ മരിക്കാൻ കാരണം നിന്റെ അച്ഛനാണ്. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുമ്പം നിന്റെ അച്ഛനാണ് പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട് സ്റ്റോക്കിന്റെ കാര്യങ്ങളൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചത്. അത് എക്സ്പോസ്ഡ് ആയപ്പം പോയി ആത്മഹത്യ ചെയ്തു. ഇതിൽ എനിക്കും എൻ്റെ അച്ഛനും ഒരു പങ്കുമില്ല. പക്ഷെ നിങ്ങളുടെ ഫാമിലി കാരനാണ് അദ്ദേഹം മരിച്ചത്. എൻ്റെ അച്ഛൻ നിന്റെ അച്ഛന് പുതിയൊരു ചാൻസ് കൊടുത്തതാണ്. പക്ഷെ അദ്ദേഹം അതിനെ ഫേസ് ചെയ്യാൻ പറ്റാണ്ട് ആത്മഹത്യ ചെയ്തു. ഇതിൽ ഞങ്ങളുടെ തെറ്റൊന്നുമില്ല.
പിന്നെ നിന്റെ അച്ഛൻ ചെയ്തതിനെക്കാട്ടും കൂടുതൽ തെറ്റുകൾ നീ ചെയ്തിട്ടുണ്ട്. അതിനുള്ളത് നീ അനുഭവിക്കും. പോലീസ് ഇപ്പൊ വന്ന് നിന്നെ കൂട്ടിയിട്ട് നോക്കോളും എന്ന് ഹീറോയുടെ ഭാഗം കഴിയുമ്പം അടുത്തത് ഹീറോയിൻ. അവൾ ഇത്രയും കൊല്ലമായിട്ട് ഫ്രണ്ടായിട്ട് കണ്ട ഒരാളാണ് അവളെ ചതിച്ചത്. ഇതിന്റെ ഇടയ്ക്ക് ഹീറോ ചോദിക്കുന്നുണ്ട് ആനിന്റെ അടുത്ത്, അവനെങ്ങനെയാണ് ഇത് അങ്കിളല്ല എന്നുള്ളത് മനസ്സിലായെന്ന്. ഫ്രണ്ടിനാണ് മിന്റിന്റെ മണം ഉള്ളത്, അങ്കിളിന് മിന്റിന്റെ മണമല്ല. അങ്ങനെയാണ് കൊച്ചു കണ്ടുപിടിച്ച് രണ്ടുപേരും അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീറോയിൻ ഫ്രണ്ടിന്റെ അടുത്ത് ഇമോഷണൽ ആയിട്ട് കുറച്ച് പറയുന്നുണ്ട്. ഒന്നുമില്ലേലും ഇത്രയും കാലം അവൻ നന്നായിട്ട് നോക്കിയില്ലായിരുന്നു. ആനിന് വയറ്റിലുള്ള വാവയടക്കം 4 പേര് ഫാമിലി ആയിട്ടുള്ളതിന് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ കാണുന്നത് ഹീറോയുടെയും ഹീറോയിന്റെയും ഫോട്ടോഷൂട്ടാണ്. അത് കഴിയുന്നതും ആൻ വരുന്നുണ്ട്. ഹാപ്പി ആയിട്ട് അവന്റെ കൂടെ ഫോട്ടോ എടുത്ത് പിന്നെ അങ്കിളും വന്ന് അങ്കിളിന്റെ കൂടെയും ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഫാമിലി മൊത്തത്തില് ഹാപ്പി ആയിട്ടിരിക്കുന്ന സീനും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എന്നല്ല സീരീസ് കഴിയുന്നത്.